പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി സ്തോത്രം. വീണ്ടും പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ലാലു പോൾ ആണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വലിയ വിടുതലിന്, അനുഗ്രഹത്തിന്, ചൈതന്യത്തിന്, ആത്മീയ വർധനവിന് മുഖാന്തരമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ ശ്രദ്ധയോട്, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോട് അവസാനം വരെ ഈ സന്ദേശം വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നല്ലൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ലാലു പോളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോട് സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദേവാസനെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ലോർഡ്. ഈ അരോമ ചാനലിൽ കടന്നു വന്ന നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലിയ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ നല്ല അവസരത്തിലോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ഇവിടെ പറഞ്ഞതുപോലെ ലാലു പോൾ എന്നാണ്. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് UAE നിന്നാണ്. UAE ഫുജറ എന്ന് പറഞ്ഞ എമിറേറ്റ്സിൽ നിന്നാണ്. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ നാട്ടിലെ തിരുവല്ല സ്വദേശിയാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഷേബ എന്നാണ്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മകള് ഇപ്പം MBA വിദ്യാഭ്യാസത്തിന് ശേഷം കാനഡയിൽ ചെറിയ ജോലി ചെയ്യുന്നു. അവിടെ പേര് വിദ്യ. ഇളയ മകള് 10ാം ക്ലാസ്സിലാണ്, ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇളയ മകളുടെ പേര് ആൻഡ്രിയ. ഓക്കെ, ദേവദാസിനെ പരിചയപ്പെടുത്തിയ വളരെ സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് തുടർമാനമായി സംസാരിക്കുന്നതിന് കർത്താവിൻ്റെ ദാസനെ സമയം വേർതിരിച്ചോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. സ്തോത്രം. ആദ്യമായി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ ജോൺ ദാസൻ എന്നെ ഈ ടെസ്റ്റ് മണിക്ക് വേണ്ടി ക്ഷണിച്ചല്ലോ. നന്ദി, വളരെ നന്ദിയുണ്ട്. അതുപോലെ അരോമ ചാനലിലെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എൻ്റെ ടെസ്റ്റ് മണി ഞാൻ പറയാനായിട്ട് തുടങ്ങിയാണ്. ഞാൻ ഈ UAE വന്നത് 1996 സത്യത്തിൽ ആ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുവാനും സ്ഥാനപ്പെടുവാനും ഒക്കെ ഇടയായത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ബോംബെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ ട്രോംബെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. ഏകദേശം 2 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോകാനുള്ള കാരണം എൻ്റെ കസിൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ കസിൻസ് എന്നെ അവിടെ കൊണ്ടുപോകാനിടയായി. ഒരു കത്തദാസൻ മാത്യു പാസ്റ്റർ എന്ന് പറയും, റിച്ചാർഡ് എന്നൊക്കെ ഞങ്ങൾ പറയും. അതുപോലെ കൊച്ചുമോൻ എൻ്റെ ഒരു കസിനാണ്. അവരൊക്കെയാണ് ഞങ്ങളെ ബോംബെയിൽ എത്തിച്ചത്. ആ സമയത്ത് അവിടെ ഒരു കല്ലുമല ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആരാധനയ്ക്ക് ഭാഗ്യവശാൽ എനിക്ക് കടന്നു വരാനുള്ള അവസരത്തെ ഉണ്ടാക്കി. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ ഞങ്ങൾ മർത്തോമ വിശ്വാസത്തിലാണ്. എൻ്റെ മദറാണ് മർത്തോമ വിശ്വാസത്തിലുള്ളത്. എൻ്റെ പപ്പ ബ്രറൻ വിശ്വാസത്തിലുള്ളതായിരുന്നു. തിരുവല്ലയിലെ മഞ്ഞാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ സ്ഥലത്ത് അന്ന് ബ്രറൻ ചർച്ചുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മർത്തോമ സഭയിലാണ് ഞങ്ങൾ കൂടുതലും ജനിച്ചു വളരുവാനായിട്ട് ഇടയായത്. അപ്പൊ കൂടുതലും ആ ആരാധനയ്ക്കാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുവരെ ആ ഒരു വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെങ്കിൽ ഞാൻ ഈ ബോംബെയില് കടന്നുപോയി അങ്ങനെ ഒരു പെന്തക്കോസ് ആരാധനയിൽ ഭാഗ്യവശാൽ കടന്നു പോകാൻ ഇടയായപ്പോൾ എൻ്റെ ആ ചിന്താധാരകൾക്കൊക്കെ വലിയ വ്യത്യാസത്തെ ദൈവം വരുത്തി. കാരണം അന്ന് ഞാൻ ആരാധനയ്ക്ക് ഈ കൊച്ചുമോൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അന്ന് ഞാൻ വളരെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചാണ് എന്നെ ആരാധന ഹാളിലോട്ട് കയറ്റുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെങ്കില് അതിനകത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ടായ ഒരു ആത്മീയ അന്തരീക്ഷം എന്നെ വളരെ വ്യത്യാസപ്പെടുത്തി. കാരണം ഞങ്ങളുടെ ആരാധന രീതികളല്ലല്ലോ ഈ സഭയിൽ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കി. പ്രത്യേകിച്ച് എന്നെ അട്രാക്ട് ചെയ്തത് എന്റെ സമീപത്തിരുന്ന ഒരു സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ പറഞ്ഞ അന്യഭാഷയാണ്. അതാണ് എന്നെ ചിന്തിപ്പിക്കാൻ ഇടയായത്. കാരണം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആരാധനയൊക്കെ വളരെ ശ്രേഷ്ഠവും മാന്യമായ നിലകളിലാണ് പോകുന്നത്. പക്ഷെങ്കില് ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പാസ്റ്ററിന് അറിയാമല്ലോ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അറിയാം, തിരുവല്ല ദേശം മുഴുവൻ പെന്തക്കോസ്തുകാരെ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ്. ക്യാപ്റ്റൻ ഷമുവേല്, നമ്മുടെ PV ആശാരി, ഇങ്ങനെയുള്ള ദേവദാസന്മാരൊക്കെ ഞങ്ങളുടെ വീടിന്റെ നേരെ മുമ്പിലൊക്കെ വന്ന് കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷെങ്കില് ആ സമയങ്ങളൊന്നും ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതാണ് എന്റെ സത്യം. പക്ഷെങ്കില് ദൈവം തക്ക സമയത്ത് ദൈവം ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ നമ്മളെ എത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ആ അന്യഭാഷയില് എന്താണ് ഇവർ പറയുന്നത്, ഏത് ഭാഷയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്വേഷണമാണ് സത്യത്തില് എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ഒരു മുഖാന്തരമായിട്ട് ഒരുക്കിയതെന്ന്
ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ ഞാൻ അവിടെ വെച്ച് രക്ഷാനിർണയം പ്രാപിക്കുകയോ സ്നാനപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അളിയൻ ആ സമയത്ത് ഫുജറ എന്ന ദേശത്ത് യുഎയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ദേശത്ത് വിസിറ്റ് വിസയിലായിട്ട് കടന്നു വന്നു. ഞാൻ ഇവിടെ കടന്നു വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ അളിയനും പെങ്ങളും സ്നാനപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഞാൻ കേൾക്കുവാൻ ഇടയായത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു മാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണം എന്നുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പെങ്ങളും അളിയനും അവരും ഒരിക്കലും ഈ വിശ്വാസം വിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോകുന്ന ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. പക്ഷെങ്കില് അവരെ ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ ഒരുക്കി. അതുകൊണ്ട് അവരോടൊപ്പം ഞാൻ ഇവിടെ ആരാധനയ്ക്ക് കടന്നു പോകാനും 1996 ഡിസംബർ മാസത്തിലെ അവസാന ദിവസങ്ങളില് ഇവിടെ കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവിന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം നൽകി തന്നു. എൻ്റെ ശൈശവ പ്രായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. ഞാന് ഞങ്ങൾക്ക് എൻ്റെ പപ്പ എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ത്യൻ എയർഫോഴ്സിൽ. അദ്ദേഹം ഒരു വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ എടുത്തിട്ട് ഗൾഫിലെ കുറെ നാളുകൾ വർക്ക് ചെയ്തിരുന്നു. അബുദാബി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ പപ്പ വർക്ക് ചെയ്തിരുന്നത്. എനിക്ക് ഇളയ ഒരു സഹോദരനും മൂത്ത ഒരു ചേച്ചിയുമാണുള്ളത്. എൻ്റെ മൂത്ത പെങ്ങള് ലീന എന്ന് പറയും. ലീന കുടുംബം ഫുജറ ദേശത്ത് ഇന്നും ഉണ്ട്. അതുപോലെ എൻ്റെ ഇളയ അനിയൻ ലാജി എന്ന് പറയും. അവനും ഈ ദേശത്ത് വെച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അവനിപ്പോ കുവൈറ്റ് IPC-യുമായിട്ടുള്ള ബന്ധപ്പെട്ട് കുവൈറ്റിലായിരിക്കുന്നു, കുടുംബമായിട്ട് ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഞങ്ങളെ എല്ലാം കാലാകാലങ്ങളിൽ സന്ദർശിച്ച് കർത്താവിന്റെ മക്കളാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, 53 വർഷത്തെ എൻ്റെ ജീവിത കഥ പറയണമെങ്കിൽ ഒരു 3-4 ദിവസമെങ്കിലും എടുക്കും. എന്തെങ്കിലും ഞാൻ അതിന്റെ ഹൈലൈറ്റ്സ് മാത്രം പറഞ്ഞു പോകാനായിട്ട് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പപ്പ ഇങ്ങനെ എയർഫോഴ്സിലായിരുന്നു, ഗൾഫിലായിരുന്നു. പക്ഷെ ഗൾഫിൽ വെച്ച് എൻ്റെ പപ്പ പെട്ടെന്ന് എൻ്റെ പപ്പയുടെ ഒരു സൈഡ് ഇങ്ങനെ പാരലൈസ് ആയി. പപ്പ രോഗിയായിട്ട് നാട്ടിൽ പെർമനന്റ് ആയിട്ട് വന്നു. ആ സമയത്ത് ഞാനും പപ്പായും കൂടെ എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ പപ്പ നാട്ടിൽ വരുന്നത്. ആ സമയത്താണ് പപ്പായുമായിട്ട് ഒരു അടുത്ത് ഞങ്ങൾ ഇടപെടുന്നത്. അപ്പൊ 9ാം ക്ലാസ് 10ാം ക്ലാസ് എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ പഠിക്കുന്ന സമയത്ത് പപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. മാറ്റപ്പെട്ടു പോയതിന്റെ റീസൺ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നെങ്കിലും പപ്പായക്ക് ഗൾഫിൽ നിന്ന് വന്ന രോഗം ട്യൂമർ ആയിരുന്നു. അങ്ങനെ റേഡിയേഷൻ ഇങ്ങനെയുള്ള പല ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ 9ാം ക്ലാസ് മുതൽ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം വരെ മുമ്പോട്ട് പോയത്. അപ്പം വളരെ പ്രശ്നങ്ങളും ക്ലേശം നിറഞ്ഞതും എന്താ പറഞ്ഞ വീട്ടിലെ അന്തരീക്ഷമൊക്കെ എപ്പോഴും ശോകമുഖമായിരുന്നു. ഞാന് അല്പം ചെറുപ്പത്തിൻ്റെതായ കുസൃതിയൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എൻ്റെ പപ്പ എപ്പോഴും എന്നോട് പറയും, നീ എൻ്റെ അടുത്തിരിക്കണം, ദൂരോട്ടെങ്ങും പോകില്ലെന്ന് പറയും. എന്നിട്ട് പപ്പയുടെ കാല് തിരുമിക്കും, കൈ തിരുമിക്കും. ഇങ്ങനൊക്കെ എന്നെ അങ്ങനെയാണ് എന്നെ എപ്പോഴും പപ്പയുടെ അടുത്ത് പിടിച്ചെടുക്കും. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പപ്പ മരിക്കുന്ന സമയത്ത് പപ്പയെ കൊണ്ട് ഞാനും മമ്മിയുമാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. എനിക്കപ്പോൾ 17 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്ത് തിരുവല്ല കൊച്ചുബേബിയുടെ ഓഫീസ് ഹോസ്പിറ്റൽ എന്ന് പറയും. ആ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറുടെ റൂമിലെ ഡോക്ടർ ഒരാളെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഡോക്ടറെ അടുത്തോട്ട് കയറി ചെന്ന് വയ്യാന്ന് പറഞ്ഞ് അവിടെ കൊഴിഞ്ഞു അങ്ങ് ഇരുന്നു. പപ്പ ഇരുന്നു. എന്നിട്ട് ട്രീറ്റ്മെന്റ് റൂമിലോട്ട് പോയപ്പം എന്നോട് പറഞ്ഞു മമ്മിയെ മാറ്റാനായിട്ട് പറഞ്ഞു. മമ്മിയെ മാറ്റാൻ പറഞ്ഞ് മമ്മി എൻ്റെ മരണം കാണണ്ട എന്നുള്ള രീതിയിലാണ് പപ്പ എന്നോട് പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് ഞാൻ പപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഇഞ്ചക്ഷനോ മറ്റോ അവർ കൊടുത്തു. ആ സമയത്ത് തന്നെ പപ്പ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുതല് ഞാൻ പറഞ്ഞല്ലോ, ആ പപ്പ ഗൾഫിലൊക്കെ ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം ആ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞങ്ങൾ സീറോയിലായിരിക്കുന്ന സമയത്താണ് പപ്പ മരിക്കുന്നത്. ആ സമയത്ത് പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളുടെ വീട് മഞ്ഞാടിയിലെ റോഡ് സൈഡാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു വിറക് കടയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. പപ്പ വന്ന സമയത്ത് വിറക് കടയൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് ഒരു ഓട്ടോയൊക്കെ മേടിച്ചു. അതായിരുന്നു വരുമാന മാർഗം. പിന്നെ പപ്പയ്ക്ക് പെൻഷനും കിട്ടുമായിരുന്നു. പക്ഷെങ്കിൽ ഈ പപ്പായുടെ മരണശേഷം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ വളരെ പണിപ്പെട്ടു. കാരണം എൻ്റെ വിദ്യാഭ്യാസവും പിന്നെ എൻ്റെ പെങ്ങൾ ആ സമയത്ത് നഴ്സിങ്ങിന് പഠിക്കുകയാണ്. നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നഴ്സിങ്ങിന് പഠിക്കുക. അപ്പൊ പലരും പറഞ്ഞു, ഇനി പെങ്ങളെ ഇത് വിവാഹം കഴിപ്പിച്ച് അയപ്പിച്ച് നിങ്ങൾക്ക് ഇനി നഴ്സിംഗ് ഒന്നും പഠിപ്പിക്കാനുള്ള മുമ്പോട്ടുള്ള മാർഗമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടു. പക്ഷെങ്കിൽ അതിൻ്റെയൊക്കെ മധ്യത്തില് എൻ്റെ മമ്മി വളരെ ചെറുപ്പത്തിലെ വിധവയായല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ മമ്മി എടുത്ത ആ ശക്തമായ ഒരു തീരുമാനം, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം, അവർ നല്ലൊരു നിലയിലെത്തണം എന്നൊക്കെയുള്ള ഒരു 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 തീരുമാനം എൻ്റെ മമ്മി എടുത്തു. അങ്ങനെ എൻ്റെ മമ്മി നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് എൻ്റെ പെങ്ങളെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ഇടയായി. ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തു. ദൈവം എത്രത്തോളം ഞങ്ങളെ എത്തിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇത്രത്തോളം കയറി വരാനുള്ള ഏക കാരണം എൻ്റെ മാതാവാണ്. മാതാവ് ഇന്നും ജീവനോട് ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇരുളിൽ നിന്ന് വെളുപ്പിന് ഒരു 2:30-3 മണിയാകുമ്പോൾ എൻ്റെ മമ്മി പ്രയർ തുടങ്ങിയാൽ ഒരു 7 മണി 8 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്നും തറയിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അന്ന് മമ്മി കണ്ണുനീരോട് വിതച്ചതൊക്കെയാണ്
ഞങ്ങൾ ഇന്ന് ആർപ്പോട് കൊയ്യുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ദേവദാസനെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം വളരെ ചെറുപ്പത്തിൽ എനിക്കുണ്ട് വളരെ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒക്കെ ഇടയിൽ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തില് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു കുഴിയിൽ അവരാക്കിയിട്ട്, ഈ ജോസഫിന്റെ ഒക്കെ അനുഭവം പറഞ്ഞതുപോലെ ഒരു കുഴിയിൽ എന്നെ ഇട്ടിട്ട്, ഈ കൂട്ടുകാരെ എൻ്റെ സഹോദരങ്ങളും ആ കൂട്ടത്തിലുണ്ട്, അവർ ഓടിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ട്. അന്ന് പകല് മുഴുവൻ ഞാൻ ആ കുഴിയിൽ കിടന്നു. പക്ഷെ ഇന്നൊന്നും എനിക്ക് അതൊന്നും, അന്നും ഇന്നും എനിക്ക് അങ്ങനെ ആരോടും ഒരു പരിഭവമില്ല. അതെന്റെ ഒരു സ്വഭാവം. ഞാൻ അങ്ങനെ കിടന്ന് എൻ്റെ മമ്മി ഇങ്ങനെ പേര് പറഞ്ഞ് വിളിച്ച് 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 ആ ദേശം മുഴുവൻ നടന്നിട്ട് എന്നെ അങ്ങനെ സന്ധ്യയായപ്പോ പിടിച്ചു കയറ്റിക്കൊണ്ട് പോയ ഓർമ്മയൊക്കെ എനിക്കുണ്ട്. അന്ന് പറഞ്ഞ പോലെ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാം, ഞാൻ എൻ്റെ പെങ്ങള് നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണല്ലോ എൻ്റെ പപ്പ മരിച്ചു പോയത്. പപ്പ മരിച്ചു പോയ സമയത്ത് ഞാൻ കോഴഞ്ചേരി കോളേജ് പഠിക്കുമ്പോൾ ഈ കോഴഞ്ചേരി കോളേജിൽ നിന്ന് ചില കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പപ്പയുടെ ബോഡി കാണാനായിട്ട് വന്നിരുന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കോളേജിൽ തിരിച്ചു പോയപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു വാചകം എന്നെ വളരെയധികം മുറിപ്പെടുത്തിയിട്ടുണ്ട്. ആ ആ ആ ആ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ പ്രായമല്ല, എന്നെക്കാൾ ഒരു വയസ്സ് മൂത്തതായിരിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളെയൊക്കെ, നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, നിങ്ങളെയൊക്കെ സഹായിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. പക്ഷെങ്കില് ലാലു, ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന നിന്റെ പെങ്ങളെ വേണം ഞാൻ വിവാഹം കഴിക്കാം. എന്നോട് പറഞ്ഞ മറുപടി. അത്രമാത്രം നിന്ദകളെ, പരിഹാസങ്ങളൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റിട്ടുണ്ട്. നമ്മുടെ ആ പഴയ സ്വഭാവമൊക്കെ അനുസരിച്ച് നമ്മൾ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സമയം. എങ്കിലും നമ്മൾ ആ ക്ഷമയോട് ആ കാര്യങ്ങളൊക്കെ കേട്ട് ഇതിൽ നിന്നെല്ലാം ദൈവം ഒരു നീക്കുപോക്ക് തരും. എന്നെങ്കിലും ഞങ്ങൾക്കൊരു ഒരു ഒരു ലെവലിൽ നിന്ന്, ഈ ലെവലിൽ നിന്ന് ദൈവം ഞങ്ങളെ കരകയറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു. ഞങ്ങൾക്കറിയാവുന്ന വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലയളവാണ്. പക്ഷെങ്കിൽ അതെല്ലാം ഇന്ന് ഞങ്ങൾക്ക് നന്മയ്ക്കായി ദൈവം ചെയ്തെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ദേവദാസനെ. കാരണം ഞങ്ങളെ ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികളൊക്കെ വലിയ അത്ഭുത വഴികൾ. ആരോടും പറഞ്ഞാൽ അവിശ്വസനീയമായ രീതിയിൽ കർത്താവ് ഞങ്ങൾ ഉയർത്തി. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞല്ലോ, 96-ല് ഞാൻ ഇവിടെ വന്ന ഏകദേശം 27-28 വർഷക്കാലമായി ഞാൻ ഈ യുവയുടെ ദേശത്തായിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിന് മുമ്പും പിൻപും ഞാൻ പറയത്തില്ല ഞാൻ ആ വിശ്വാസത്തിലായിരുന്നപ്പോൾ ദൈവം എന്നെ ഒന്ന് സഹായിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെങ്കില് ആത്മീയമായ കാഴ്ചപ്പാടുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളെ തന്നെ ഒരുക്കി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവത്തിന് പ്രസാദം. അതാണ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ വിശ്വാസ ജീവിതം. അപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, പെങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. പ്രിയ ദേവദാസനെ, പെങ്ങളെ ഏത് രീതിയിൽ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചയക്കുമെന്ന് ഞങ്ങൾ വളരെ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. പക്ഷെങ്കില് ദൈവം അത്ഭുതകരമായിട്ട് ഒരു തക്ക തുണി എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഒരുക്കി. എൻ്റെ പെങ്ങൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ബോംബെ കടന്നുപോയി. നല്ലൊരു ജോലി എൻ്റെ പെങ്ങൾക്ക് കിട്ടി. ആ സമയത്ത് പല വിവാഹാലോചനകൾ കടന്നു വന്നു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സമരം, ഒരു സ്ട്രൈക്ക് ആയിരുന്നു, ഓൾ ഇന്ത്യ ലെവലില് പോസ്റ്റൽ സ്ട്രൈക്ക്. ആ സമയത്താണ് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയ്ക്ക് വേണ്ടി ഞങ്ങള് പല അഡ്വർടൈസ്മെന്റും പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തിരുവല്ല ലാൽജി അഡ്വർടൈസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഞാനെ കൊണ്ട് അന്ന് പോസ്റ്റലിൽ അയക്കാൻ പറ്റാത്തതുകൊണ്ട് കയ്യിൽ കൊണ്ട് അവരുടെ കൊണ്ട് കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ ആണ് എൻ്റെ അളിയൻ, ഇന്ന് സജി എന്ന് പറയും, അദ്ദേഹം കുച്ചറയിലുണ്ട്. അദ്ദേഹം ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അളിയനെ, അവർക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ വന്ന് കിട്ടിയില്ല. അവർക്ക് പല അമേരിക്കക്കാർ ആലോചന വന്നു, പല കാര്യങ്ങളൊക്കെ അവർക്ക് നേരത്തെ വന്നെങ്കിലും അവര് ഈ പോസ്റ്റൽ സ്ട്രൈക്ക് കാരണം അളിയൻ അന്ന് UAE വർക്ക് ചെയ്യുകയാണ്. അപ്പം അവരുടെ ചേട്ടന്റെ ബിസിനസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ വിവാഹ ബന്ധത്തിന് നാട്ടിലോട്ട് കടന്നു. അവധി അധികമില്ല. പക്ഷെ അവർക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ ആപ്ലിക്കേഷനും വേറൊരു ആപ്ലിക്കേഷൻ മാത്രമില്ല. കാരണം പോസ്റ്റൽ സ്ട്രൈക്ക് ആയിരുന്നു. അങ്ങനെ ഭാഗ്യവശാല് ഇവരുടെ പിതാവ് എൻ്റെ വീട്ടിലോട്ട് വന്നു. ഞാനപ്പോ അവിടെ വിറകൊക്കെ അടുക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പിതാവ് ഇങ്ങനെ ഒരു കസവും കൊണ്ടൊക്കെ കൊടുത്ത് വലിയൊരു പ്രൗഢിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അമേരിക്കയിൽ ആ സമയത്ത്. അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടി, എൻ്റെ മമ്മിയുടെ പേര് ലീലാമ്മ എന്നാ, ലീലാമ്മയുടെ വീട് ഇതാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇത് ആർക്കാ വിവാഹം എന്ന് പറഞ്ഞു. എൻ്റെ പെങ്ങൾക്കാന്ന് പറഞ്ഞു. അദ്ദേഹം ഈ വീടും ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് വെട്ടുകല്ല് കൊണ്ടൊക്കെ പണിത ഒരു വീട്, അതിന്റെ ഫ്രണ്ട് എല്ലാം ഇടിച്ചു പൊളിച്ചിട്ടായി വിറകുകടയൊക്കെ നടത്തിയിരിക്കുന്നു. അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എന്നാൽ കയറി വന്ന് ഇരിക്കാൻ പറയാനുള്ള മര്യാദ പോലും എനിക്കില്ല. കാരണം നമുക്ക് വലിയ പ്രതീക്ഷയില്ല. അദ്ദേഹം ഒരു കാറയിലൊക്കെ വന്നിട്ട് വലിയ ഒരു വിദേശിയുടെ, ഒരു അമേരിക്കക്കാരന്റെ ലക്ഷണത്തിലാണ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അപ്പൊ വലിയൊരു ഹോപ്പ് നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പെങ്ങളാണ് ഇന്നലെ നഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ശക്തമായിട്ടും ധീരമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ പിതാവിന് എന്നിൽ ഒരു താല്പര്യം വർദ്ധിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങള് ഉത്തരവാദിത്തപ്പെട്ടവരെയും കൊണ്ട് ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അവരുടെ വീട് മാരാമണ്ണാണ്. ചെറിയറിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ മാരാമണ്ണ് ഇറങ്ങി അകത്തോട്ട് പോകണം, പുല്ലാട്.
അപ്പൊ ആ സമയത്ത് ഞാൻ മമ്മി വന്ന് അവിടെ ഇല്ലായിരുന്നു. മമ്മി വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു ആലോചനയ്ക്ക് ഒരാൾ വന്നു, നമുക്ക് അത്തറ്റം ഒന്ന് പോകാന്ന് പറഞ്ഞപ്പോ മമ്മി പറഞ്ഞു കുഴപ്പമില്ല, നീയും അനിയനും കൂടെ പോകാൻ പറഞ്ഞു. ഞങ്ങളന്ന് കൊച്ചു പിള്ളേരാ. അപ്പൊ ഞങ്ങള് ആ വീട് കണ്ടുപിടിച്ച് പുല്ലാട്ടു നിന്ന് നടന്ന് ആ വീട്ടിൽ ചെന്നപ്പോ ആ പിതാവ് അവിടെ നിപ്പുണ്ട്. ആ പിതാവ് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരും ഇല്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരും ഒത്തിരി പേരുണ്ട്, പക്ഷെങ്കില് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. എന്തായാലും ആ പിതാവ് ഞങ്ങളെ വീട്ടിനകത്ത് ക്ഷണിച്ചിരുത്തിയ കാര്യമൊക്കെ ഞാൻ ഇന്ന പോലെ ഓർക്കുന്നു. ചുരുക്കം പറഞ്ഞാല് ആ വിവാഹത്തിന് അവര് സമ്മതിച്ചു. ഞാൻ എൻ്റെ അളിയനെ കണ്ട കാര്യം തന്നെ രസകരമാണ്. അവരുടെ വീട്ടില് ഡ്രൈവറാണ് അളിയൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ച് കണ്ടത്. അത്രയേ ഉള്ളൂ എന്റെ പക്വത എന്നത്തെ. എന്റെ അനിയനും ഞാനും കൂടെ തിരിച്ചു വരുമ്പോ തർക്കമായിരുന്നു. അനിയൻ പറഞ്ഞു അതല്ല ചെറുക്കൻ, ഇപ്പുറത്ത് നിന്ന പയ്യൻ ആ ചെറുക്കൻ, ഇച്ചിരി തടിയൊക്കെ ഉള്ള ഒരു പയ്യൻ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങേപ്പുറത്ത് നിന്ന നീളമുള്ള മനുഷ്യനാണ്. അങ്ങനെ ഞങ്ങൾ തർക്കിച്ചു. കാരണം ഞങ്ങൾക്ക് ഏതാ ചെറുക്കൻ, എന്താണ് ചെറുക്കന്റെ വിദ്യാഭ്യാസ യോഗ്യത, എവിടെ, ഇതൊന്നും ചോദിക്കാനുള്ള പക്വതയില്ലെന്ന്. പക്ഷെങ്കിൽ ആ പിതാവിന് മകന്റെ ലീവ് കുറവായതുകൊണ്ട് ആ പിതാവിനും തിരിച്ച് അമേരിക്കയ്ക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവര് വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അപ്പൊ പെങ്ങള് ബോംബെയിലാ. അപ്പൊ അതിനു മുമ്പേ ഒരു ആലോചനയ്ക്ക് പെങ്ങള് നാട്ടിൽ നിന്ന് വന്നിരുന്നു. പക്ഷെങ്കിൽ ആ ഒരു ആലോചന ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാഞ്ഞിട്ട് പെങ്ങള് തിരിച്ചു പോയി. പെങ്ങൾക്ക് ലീവില്ല. അപ്പൊ പെങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ വേറൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്, പെങ്ങള് നാട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പെങ്ങള് പറഞ്ഞു ഇനി ഞാൻ നാട്ടിലോട്ട് വരുന്ന പരിപാടിയേ ഇല്ല, എനിക്ക് ലീവും ഇല്ല. എന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അളിയന്റെ ചേട്ടനും ഒക്കെ പറഞ്ഞ് ലീവില്ല, എന്തായാലും പെണ്ണിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വരിക, നമുക്ക് ബോംബെക്ക് കടന്നു പോയിട്ട് പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് അവിടെ അവിടെ വെച്ച് ഇത് ഉറപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഇതായിരുന്നു സാഹചര്യം. ഞാൻ പിറ്റേ ദിവസം തന്നെ റെഡി ആയിട്ട് നിൽക്കുക. വാസു എന്റെ മമ്മി കുറച്ച് പൈസ ഒക്കെ എന്നെ തന്നിട്ട് പറഞ്ഞു കാറൊക്കെ പിടിച്ചിട്ടായിരിക്കും അവർ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്കൂലിയൊക്കെ അവർക്ക് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് കമ്പ്യൂട്ടർ പോയിന്റില് PGDSC എന്ന് പറഞ്ഞൊരു കോഴ്സ്, എന്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് PGDSCക്ക് ഞാൻ ചേർന്ന സമയമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇതിന്റെ ബാക്കി എനിക്ക് ബോംബെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഞാൻ ബോംബെക്ക് പോവാ. അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ ബ്രാഞ്ച് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബോംബെ തന്നെ നിൽക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ പോകുന്നത്, ഈ കല്യാണം നടന്നില്ലെങ്കിൽ. പ്രിയദേവദാസിനെ ഞാൻ പറഞ്ഞത് അന്ന് നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് തിരുവല്ല വരെ പോകാനുള്ള ഒരു സാഹചര്യം ഉള്ള സമയത്തല്ല ഞാൻ ഈ ബോംബെക്ക് പോകുന്നത്. അപ്പം ഇവരെ ഒരു കാറുമായിട്ട് അവിടെ വന്ന് നിന്നു, എന്നെ അതിനകത്ത് കയറ്റി. നമ്മൾ നിൽക്കുന്നത് ഇപ്പം അങ്ങ് പോവാ, അത്യാവശ്യം ഒരു ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോവാ. പെങ്ങളെ കാണിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ടാല് കല്യാണം നടക്കും ആ രീതിയിൽ. ദേവദാസിനെ ആ ഒരു ഒരു ട്രിപ്പ് പോയി നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിന്റെ മുമ്പിലാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ നിങ്ങൾ എയർപോർട്ടിന്റെ മുമ്പില് വന്ന് നിർത്തിയെന്ന് പറഞ്ഞപ്പോ ആദ്യം നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഞാനപ്പോ എന്റെ കയ്യിലെ 100-500 അല്ലെങ്കിൽ 1000 രൂപ ചുരുങ്ങിയ പൈസയും വെച്ചോണ്ട് ഞാനിങ്ങനെ ഫ്ലൈറ്റ് പോകുന്നു. അപ്പൊ നിങ്ങൾ അതൊന്നും അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾ അതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയ നിവാസിനെ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിന് ഇവിടുന്ന് കയറിപ്പോയി. ചുരുക്കം പറഞ്ഞ് പെങ്ങളെ പോയി അവിടെ പോയി കണ്ടു. ഹിന്ദുജ ഹോസ്പിറ്റലിലാണ് പെങ്ങള് വർക്ക് ചെയ്യുന്ന. പെങ്ങളെ ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ റിസൈൻ ചെയ്യിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പെങ്ങളും കെട്ടാൻ പോകുന്ന പയ്യനും ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ വന്നു. ഞാൻ ഓർത്ത് നോക്കിയ ദൈവം തുറക്കുന്ന വഴികള്. എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മറ്റു തടസ്സമൊന്നും ഇല്ലെങ്കിൽ നിന്റെ പെങ്ങളെ കെട്ടി ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ കൂട്ടുകാരുടെ മധ്യത്തില് ദൈവം ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ വിധങ്ങൾ അത്ഭുതമാണ്. അങ്ങനെ എന്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഈ ദേശത്ത് ഫുജറ എന്ന ദേശത്ത് അവർ കടന്നു വരടെയായി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവരാണ് ആദ്യം കടന്നു വന്നത്. എന്റെ മമ്മി നേരത്തെ സ്നാനപ്പെട്ടതായിരുന്നു, കാരണം ബ്രദറൻ വിശ്വാസത്തിലായിട്ടാണ് വിവാഹം കഴിപ്പിച്ചത്, അതുകൊണ്ട് സ്നാനപ്പെട്ടതായിരുന്നു. പിൽക്കാലങ്ങളിൽ എന്റെ മമ്മിയെയും ഈ ദേശത്ത് വർഷങ്ങൾ ഇവിടെ നിർത്തുവാനായിട്ടൊക്കെ ദൈവം ഞങ്ങൾക്ക് സാഹചര്യങ്ങളെ ഒരുക്കി തന്നു. അപ്പം ദൈവം ഇത്ര വിശ്വസ്തനും നല്ലവനുമാണ്. ഞാന് ബോംബെയിൽ അത് കഴിഞ്ഞിട്ട് എന്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെ പോയ സമയത്ത് ആണ് ഞാൻ ഈ വിസിറ്റ് വിസയിലായിട്ട് ഇവിടോട്ട് കടന്നു വരാനിടയായി. ഇവിടെ വെച്ചാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. ഞാൻ പറയാമല്ലോ, ഞങ്ങളുടെ വിശ്വാസം, എന്റെ പപ്പയുടെ ബാക്ക്ഗ്രൗണ്ട്, ബ്രദറൻ ബാക്ക്ഗ്രൗണ്ട്, എന്റെ മമ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് മർത്തമായതുകൊണ്ട് എന്റെ വിവാഹം കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ കടന്നു വന്നു. ഇതെങ്ങനെ വിവാഹം നടക്കും? കാരണം നാട്ടിലോട്ട് ചെല്ലുമ്പോൾ എല്ലാം മർത്തമക്കാര്. അപ്പൊ നിങ്ങളൊക്കെ പുതിയ വിശ്വാസത്തിൽ പോയല്ലോ, കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെങ്കില് അത്ഭുതകരമായിട്ട് 2000 ജൂലൈ 14 ജൂലൈ 2000 എന്റെ വിവാഹം ഈ ഫുജറ ദേശത്ത് വെച്ച് കർത്താവ് നടത്താനായിട്ട് ദൈവം വഴികളെ തുറന്നു. എന്റെ ചർച്ചിൽ തന്നെ ഒരു എബ്രഹാം എന്ന് പറഞ്ഞ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിളിന്റെ മോള് ആ സമയത്ത് ബിഫാമിന് നാട്ടിൽ പഠിക്കുന്ന സമയമായിരുന്നു. ആ മകളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം ആ മകളെ ഇവിടെ കൊണ്ടുവന്നവര്
ഇവിടുത്തെ പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ദേവദാസൻ ജെയിംസ് കെയ്പ്പൻ എന്ന് പറയും, കുജറ ജെയിംസ് എന്ന് പറയും, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാ. ആ ദേവദാസൻ ആ വീട്ടിൽ ചെന്ന് എന്റെ അമ്മായിപ്പനോട് ചോദിച്ചു, ഇതുപോലെ നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിക്കാനുള്ള വല്ല താല്പര്യമുണ്ട്, ഇതുപോലെ നമ്മുടെ ലാലുഗുരുവിന് വേണ്ടിയാന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, മോള് പഠിത്തം കഴിഞ്ഞ് 21 വയസ്സായതേ ഉള്ളൂ, അവൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഒരു 2 വർഷം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട്, ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാറിപ്പോയ ഒരു ആലോചനയാണ്. പക്ഷെങ്കില് അനേക ദൈവമക്കള് ഇതേ ആലോചന തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു വിവാഹ ബന്ധമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയല്ല, ഞങ്ങൾ ഒരു ചർച്ചയിൽ കൂടുന്നത് കൊണ്ട് തന്നെ അധികനാൾ ഇത് വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട, കാരണം പല തെറ്റിദ്ധാരണകൾക്കും ഇത് കാരണമായി തീരും. അതുകൊണ്ട് വിവാഹം പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പലരും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് എന്റെ വൈഫിന്റെ അനിയത്തിന്റെ ഇളയ അനിയത്തിന്റെ പേര് ഷൈനി എന്നാ. അപ്പം ഞാൻ ഒരു പല ആലോചന പലരും പറഞ്ഞ വിധത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ പേരൻസ് പോയിട്ട് വീട്ടിൽ പോയി ചോദിച്ചു, പിന്നെ ഈ ഇളയ അനിയത്തിയോടൊക്കെ ചോദിച്ചു, ഷൈനിയോടൊക്കെ ചോദിച്ചു, എപ്രകാരമുള്ള ഒരു മകനെയാണ് നിന്റെ ചേച്ചിക്ക് വേണ്ടി. അവര് 3 പെൺപിള്ളേരാ. അപ്പൊ മൂന്നാമത്തെവള് ഈ ഷൈനി, ഒരു 6ലോ 7ലോ പഠിക്കുന്ന സമയമുള്ള. അപ്പൊ ചോദിച്ചു, അവള് ആദ്യമേ പറഞ്ഞത് അവർക്ക് ഓൾറെഡി ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു, 2 പേരിൽ കൂടെ വിവാഹ ബന്ധം ഇതാണെന്ന് ഉറപ്പിച്ച സമയത്താണ് ഈ ഇളയ മോളോട് ചോദിക്കുന്നത്. അവള് ഒറ്റ വാക്കിൽ അവള് പറഞ്ഞു, നമ്മുടെ ചർച്ചിലെ പിന്നെ ലാലുച്ചാച്ചന്റെ കൂട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു, ലാലുച്ചാച്ചൻ പോലല്ല, ലാലുച്ചാച്ചനെ തന്നെ നമുക്ക് ആലോചിക്കാനാണ് ദൈവഹിതം, അങ്ങനെയാണ് ഈ വിവാഹം നടക്കുന്നത്. ആ വിവാഹം നടക്കുമ്പോ പാസ്റ്ററെ എനിക്ക് പറയാൻ ഒരു മടിയില്ല, എനിക്ക് 2200 ദിറംസ് ആണ് അന്ന് എന്റെ ശമ്പളം. എന്റെ വൈഫിനൊന്നും ജോലിയില്ല, കൊണ്ടുവന്ന് പരീക്ഷ എഴുതുന്ന സമയം. അപ്പൊ കല്യാണം നടത്താൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല, എങ്ങനെ ഇതൊക്കെ നടക്കും? അപ്പോഴേ എന്റെ വൈഫിന്റെ വീട്ടുകാര് അല്ലെങ്കിൽ വൈഫിന്റെ അങ്കിളുമാരൊക്കെയാണ് ഈ കല്യാണത്തിനൊക്കെ, അവർ അമേരിക്കയിലായിരുന്നു, അവരൊക്കെ വന്നു. അമേരിക്കയിൽ അവരുടെ അമ്മച്ചി ഉണ്ടായിരുന്നു, അവര് വന്നു. വൈഫിന്റെ രണ്ടാമത്തെ അമ്മാച്ചൻ ദുബായിലുണ്ടായിരുന്നു, അവരൊക്കെ കടന്നു വന്നു. വിവാഹമൊക്കെ ഉറച്ചു, ആ ഒരു രീതിയിലോട്ടായി. അപ്പൊ കല്യാണം അവര് നടത്തിക്കോളാമെന്ന് പറഞ്ഞു. നമ്മള് ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു അത്. കാരണം നമ്മളെ കൊണ്ട് നടത്തുവാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു സ്കൂൾ വല്ലതും എടുത്തിട്ട് സ്കൂളിന്റെ ഒരു ഹോള് വല്ലതും ഒന്ന് വേക്കന്റ് ആക്കി ബെഞ്ചും ഡെസ്കും ഒക്കെ ഒന്ന് അടുക്കി മാറ്റി അങ്ങനെ ഒരു വിവാഹം നടത്താമെന്നായിരുന്നു എന്റെ മനസ്സിലിരുന്ന കാഴ്ചപ്പാട്. പക്ഷെ ദൈവം പറഞ്ഞത് അങ്ങനെയല്ല വിവാഹം നടക്കേണ്ടത്. ഇവിടുത്തെ ഒരു നല്ല ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ ആ വിവാഹം അനുഗ്രഹമായി നടത്താനായിട്ട് ദൈവം കൃപ ചെയ്തു. ഇവിടുത്തെ ലോക്കൽസ്, എന്റെ അന്നത്തെ ഓണറൊക്കെ ഷെയ്ഖ് ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ, അവരൊക്കെ ഈ വിവാഹത്തിന് കടന്നു വന്ന് വളരെ ഗ്രാൻഡായിട്ട് ഇത് എങ്ങനെ നടക്കുമെന്ന് പലരും ചോദിച്ചവരുടെ മധ്യത്തില് വളരെ മനോഹരമായി എന്റെ കൂട്ടുകാർ ഇവിടെ ഉള്ളവരെയൊക്കെ ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞു, എന്റെ വിവാഹത്തിന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കല്യാണ സമയത്ത് ആരെങ്കിലും സാക്ഷ്യം പറയുന്നു. അന്ന് ഞാൻ എഴുന്നേറ്റ് എന്റെ സാക്ഷ്യം പറഞ്ഞ് എന്റെ കൂട്ടുകാരുടെ മധ്യത്തിലൊക്കെ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ് ദൈവം എന്നെ നടത്തിയ വഴികള് ഞാൻ പറഞ്ഞ പാസ്റ്ററെ, ഞാൻ ഈ വിവാഹത്തിന് മുമ്പ് എന്റെ പെങ്ങളോടൊക്കെ ആയിരുന്നു താമസിക്കുന്നത്. ആ സമയത്ത് എന്റെ മനസ്സിലെ ആഗ്രഹം, എന്റെ വൈഫിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, വിവാഹത്തിന് ശേഷം നമ്മൾ മാറി താമസിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല പാസ്റ്റർ, എന്റെ കയ്യിൽ ചുരുക്കമായ ശമ്പളമാണ്, അവിടെ മാറി താമസിക്കുന്നതിന് പരിമിതികളുണ്ട്. എങ്കിലും അവിടെ വാക്കിനെയൊക്കെ മാറി, കാരണം നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ മാറി താമസിക്കണം. തൊട്ടടുത്ത് തന്നെ ഞാൻ ഒരു വീടെടുത്തു. ആ വീടെടുത്ത ഒരു വലിയ അത്ഭുതമാണ്, അതാണ് ഞാൻ ഈ പറയാനായിട്ട് വരുന്നത്. ആ വീടെടുത്ത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഉടയവൻ എന്നോട് പറഞ്ഞു, എന്റെ വൈഫ് പ്രഗ്നന്റ്, നാട്ടിൽ പോകും, കല്യാണത്തിന് മുമ്പേ ഞാൻ സാധനങ്ങളും വീടും ഒക്കെ കാലിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ദിവാസിനെ കല്യാണത്തിന്റെ തലേ ദിവസം വരെ അദ്ദേഹം സാധനമൊന്നും വീട്ടിന് മാറ്റിയിട്ടില്ല. വൈഫിനെ നാട്ടില് പറഞ്ഞു വിട്ടു. അപ്പൊ തലേദിവസം വൈകിട്ട് ഞാൻ ആ വീട് കാണാനായിട്ട് എന്റെ ഒരു സഹോദരനുമായിട്ട് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞ ആ സഹോദരനെ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ വിശ്വാസ പ്രമാണത്തിലുള്ള ഒരാളല്ല അവിടെ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അനേക വിഗ്രഹങ്ങളും ബെഡ്റൂം എല്ലാം ഒരു ചെറിയ അമ്പലം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ വിവാഹം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കിടന്നോളാം, എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷെങ്കിൽ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ വീട്ടിൽ വന്ന് കിടക്കാനായിട്ട് നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ചൂടുകളൊക്കെ വെക്കുന്ന സമയമാണ്. എനിക്ക് വളരെ പ്രയാസമായി. കർത്താവേ, ഞാൻ എടുത്തൊരു തീരുമാനമാണ്, വിവാഹത്തിന് ശേഷം ഞാൻ മാറി താമസിക്കുന്നു. പക്ഷെ ഇത് എന്തൊരു പ്രതികൂലമാണ്. തീർച്ചയായിട്ടും അന്നേരം ആ സഹോദരൻ എന്നോട് പറയുകയും ചെയ്തു, അവരുടെ പേരൻസ് ഇവിടെ ഉണ്ടല്ലോ, അവരോട് താമസിക്കുക, അല്ലെങ്കിൽ പെങ്ങളും കുടുംബം ഉണ്ടല്ലോ, അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ ദിവസം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ അത്ഭുതം ഇതൊന്നുമല്ല. വിവാഹത്തിന് ഞാൻ വീട് കൊടുത്ത ആ വ്യക്തിയും വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, എനിക്കൊരു 3 ദിവസത്തെ അവധി തരണം. 3 ദിവസത്തെ അവധി ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റാനായിട്ട് പറ്റൂ. എനിക്ക് വേറൊരു ബാച്ചലർ അക്കോമഡേഷനോട്ട് മാറണം, ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, എനിക്ക് വണ്ടി അറേഞ്ച് ചെയ്യണം, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം അവധി പറഞ്ഞപ്പം
നിനക്ക് അവിടെ വന്ന് കിടക്കാവില്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ദേവാസിനെ ഈ കല്യാണം എല്ലാം കഴിഞ്ഞ് അവസാന സമയമായപ്പോഴത്തേക്കും എന്റെ മനസ്സ് പറഞ്ഞു, പലരും ഇപ്പം നീ വീടെടുത്ത എവിടാന്ന് ചോദിച്ചോണ്ട് ഈ വൈഫിന്റെ വീട്ടുകാരും എല്ലാം കൂടെ നമ്മളെ ആ വീട്ടിലോട്ട് കൊണ്ട് എത്തിക്കുമല്ലോ. അപ്പൊ എന്റെ മനസ്സ് കിടന്ന് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതിപ്പം പ്രശ്നമാകുമല്ലോ, ഇതിപ്പോ അവരവിടെ ചെന്ന് ഇതൊക്കെ കാണുന്നുണ്ട്, ഇതാണോ നീ എടുത്ത വീട്, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ എന്നുള്ള ഒരു വലിയൊരു കോംപ്ലക്സ് എന്നെ ബാധിച്ചു. പക്ഷെങ്കില് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തക്ക സമയത്ത് വിവാഹം കഴിഞ്ഞ് അവസാന സമയമായപ്പോഴത്തേക്കും വൈഫിന്റെ രണ്ടാമത്തെ അങ്കിള് അനീച്ച എന്ന് പറയും, അദ്ദേഹം ഇന്ന് കാനഡയിലുണ്ട്. ആ ദേവാസം വന്നിട്ട് എനിക്കൊരു ഒരു 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 ചെറിയൊരു ഗിഫ്റ്റ് കാർഡ് തന്നു, ഒരു ഗിഫ്റ്റ് കാർഡ് തന്നു. ഞാൻ അതെടുത്ത് പോക്കറ്റിലിട്ടു. അന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ ഒരു കാർഡ് ആയിരിക്കും, റീചാർജ് കാർഡ് വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. അന്നേരം അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താണെന്ന് ഉദ്ദേശിച്ച ഇത് പോക്കറ്റിലിട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു ശമ്പലമൊക്കെ ആയത് എന്തുവാന്ന് അറിയത്തുമില്ല. സത്യത്തിൽ അതേ ഹോട്ടലിന്റെ ഏറ്റവും മേളിലുള്ള ഒരു സ്യൂട്ടാണ്, ഒരു വീടിന്റെ കീ ആണ്, ഡോറിന്റെ കീ ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, 3 ദിവസം നിനക്കിവിടെ താമസിക്കും, അതിനുള്ള പേയ്മെന്റ് ഞാൻ നടത്തിയിട്ടുണ്ട്, ഇത് എന്റെ ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞു. എന്നോട് ആ കൂട്ടുകാരൻ അവധി പറഞ്ഞത് 3 ദിവസം. എനിക്ക് താമസിക്കാൻ ദൈവം ഈ ഹോട്ടലിൽ വഴി തുറന്നത് 3 ദിവസം. അപ്പം എത്ര കൃത്യമായിട്ട് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതാ പറയുന്നത്, നമ്മുടെ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എനിക്ക് എന്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും എനിക്ക് വലിയ സന്തോഷം തോന്നി. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ആ റൂമിൽ പോയി. ആ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. ആ 3 ദിവസം അവിടെ സന്തോഷകരമായി പാർത്തു. അതിന്റെ മുമ്പ് തന്നെ എന്റെ കൂട്ടുകാരൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ അവിടോട്ട് മാറി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ അത്ഭുതകരമായ അതിശയമായി കർത്താവ് എന്നെ നടത്തി. ഓരോ ദിവസവും ദൈവത്തിന്റെ പരിപാലനം രുചിച്ചറിയാനിടയായി. എന്റെ ഹൈലൈറ്റ്സ് മാത്രമാണ് പാസ്റ്റർ ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. എനിക്ക് ഈ 2021 ഒരു വലിയ കാർഡിയാക് അറസ്റ്റ് വന്ന് ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ മനുഷ്യനാണ്. ഞാൻ ആ വിഷയത്തിലോട്ടൊക്കെ കടക്കാം. എങ്കിലും ഞാൻ ആ സ്റ്റെപ്പായിട്ട് ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ പറയുന്നതായിരിക്കുമല്ലോ അതിന്റെ ഒരു ഓർഡർ. കാരണം എന്താ പറയുക, നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാ. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും അത്ഭുതമാണ്. അത് ദൈവത്തിന്റെ സംബന്ധിച്ച് അത് അത്ഭുതമല്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് അത്ഭുതമാണ്. ദൈവം ചേർന്ന ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അതൊക്കെ വലിയ അത്ഭുതമാണ്. മറ്റുള്ള മുമ്പിൽ ഞാൻ വലിയ ഭൗതിക നന്മയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിച്ച കാര്യമല്ല പറയുന്നത്. പക്ഷെങ്കില് നമുക്കൊരു നിന്ദ ഉണ്ടായിട്ടുണ്ടോ, നമുക്കൊരു പരിഹാസം ഉണ്ടായിട്ടുണ്ടോ, ദൈവം അതെല്ലാം നമുക്ക് ഇരട്ടിയായിട്ട് എല്ലാം ദൈവം മാറ്റി നമുക്ക് പ്രതിഫലം തരും. എനിക്ക് എന്റെ ഒരു കൂട്ടുകാരനെ സുബിൻ എന്ന് പറയും, അദ്ദേഹം ഇപ്പോഴും ദുബൈയിലുണ്ട്. അദ്ദേഹം ഒരിക്കലും എന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് 2 വീലർ ഉണ്ട്, കുവൈറ്റ് വാറൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പൊ ആ സമയത്ത് എന്നെ കൊണ്ട് 2 വീലറിൽ കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ട് വിട്ടു. വീട്ടിൽ കൊണ്ട് വിട്ടപ്പോഴേ വീട് ഇതാന്ന് പറയാൻ എനിക്ക് നാണക്കേടായിട്ട് ഞാന് അവനോട് പറഞ്ഞു, എന്റെ വീട് കുറച്ച് പുറകിലാന്ന് പറഞ്ഞു. പക്ഷേ എന്റെ വീടിനകത്താണ് അവൻ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവൻ അതൊരു വീടായിട്ട് പോലും തോന്നിയില്ല. ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു സാഹചര്യം. അതുപോലെ ഞാന് മറ്റുള്ള മുമ്പിൽ പരിഹസിക്കപ്പെട്ട വ്യക്തിയാ ഞാന് അവനോട് പറഞ്ഞു, എന്റെ വീട് കുറച്ച് ദൂരെയാ, വണ്ടി ഒന്നും അല്ല, ഇത് 2 വീലർ ആണല്ലോ, നമുക്ക് അത്തറ്റം പോകാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. വേണ്ട, ഞാന് അവിടെ നടന്നു പൊക്കോളാന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ ഒരു അത്രമാത്രം മറ്റുള്ള മുമ്പില്, കാരണം ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിച്ച, എന്റെ പപ്പ എയർഫോഴ്സിലായിരുന്നു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പെൻഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഗൾഫിലായിരുന്നു. പക്ഷെങ്കിൽ സാഹചര്യങ്ങളൊക്കെ മാറി മറിയാൻ സെക്കൻഡുകൾ മതി. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞങ്ങളെ ഒത്തിരി പാപ്പരായി, ഞങ്ങൾക്ക് ആ പഴയ ലെവൽ കീപ്പ് ചെയ്യാൻ വയ്യാത്തപ്പോൾ ഞങ്ങളുടെ ആ ഫ്രണ്ട് സർക്കിൾ മാറി. സമൂഹത്തില് നമുക്കുണ്ടാകുന്ന നിന്ദകള്, പരിഹാസങ്ങള്, ഒരു കൊച്ചു പൈതലായിരിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറം ഞാനതാ പറഞ്ഞു വരുന്നത്. ആ ഒരു സാഹചര്യത്തില് എനിക്ക് ഒരു സ്ട്രോക്ക് വരാനിടയായി. 2015 എനിക്കൊരു മൈനർ സ്ട്രോക്ക് വന്നു. ആ സമയത്ത് 2 വർഷത്തേക്ക് ഞാൻ ആ സാഹചര്യം പറയാം. 2 വർഷത്തേക്ക് ഞാൻ നാട്ടിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായ 2 വർഷം കൊണ്ട് എനിക്ക് മനോഹരമായ ഒരു വീട് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ എനിക്ക് കർത്താവ് നൽകി തന്നു. അത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളായിരുന്നു. ഞാൻ ഒരു നിലയായിട്ട് അത് പണിതോ. പലരും പറഞ്ഞു ഇത് സിറ്റി ആണല്ലോ, നിങ്ങൾ മുകളോട്ട് റെന്റിന് കൊടുക്കത്തക്കോണം പണിയാൻ പറഞ്ഞു. പക്ഷേ അത് 2 നിലയായി, അത് 3 നിലയായി, ഒരു ഫ്ലാറ്റ് പോലെ ഇന്നും അവിടെ നിൽക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാ. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മൾ ആരുടെയും മുമ്പിൽ നിന്ദിക്കപ്പെട്ടോ പരിഹസിക്കപ്പെട്ടോ ലജ്ജാപാത്രമായി തീർന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ദൈവം മാറ്റിത്തരും. നമ്മുടെ ദൈവം മാറ്റും. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിന് മാറ്റുവാൻ നിമിഷങ്ങൾ മതി. ഞാൻ പറഞ്ഞത്, എനിക്ക് എന്റെ ആ പഴയ വീടും നല്ല രീതിയിലാക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. തുടർന്ന് ആ വീട് പണിത് അവിടെ പാർക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ മാനിക്കും. പക്ഷെങ്കില്
നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം രീതിയിൽ പ്രയോജനപ്പെടണം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാത്രം നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾ എന്നെ ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിക്കും, അല്പദാസൻ അത്ഭുത കരങ്ങളിൽ നിന്ന് പറഞ്ഞ പോലെ എന്റെ വിഷയങ്ങള്. പലരും ചോദിക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പാസ്റ്ററെ, ഞാൻ ഒന്നും ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെങ്കില് ദൈവം എന്നെ, ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ ആ വിശ്വാസത്തിലോട്ടൊക്കെ വന്ന സമയത്ത്, ആ തീഷ്ണതയില്ല, ഞാൻ ഈ UAE-യിലുള്ള എല്ലാ മലയാളികളുടെയും, ഇവിടുത്തെ ഏറ്റിസലാത്തിന്റെ ഡയറക്ടറി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനും എന്റെ ദേവദാസൻ ജെയിംസ് ഫാസ്റ്ററും കൂടെ ചേർന്ന് ഒരു ട്രാക്ട് ഉണ്ടാക്കി, നമ്മള് എൻവലപ്പ് മേടിച്ച് ഈ ട്രാക്ട് പ്രിന്റ് ചെയ്ത് എല്ലാ മലയാളികളെന്ന് തോന്നുന്ന അഡ്രസ്സിൽ എല്ലാവർക്കും ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ എമിറേറ്റ്സ് എടുത്ത്. അപ്പൊ ഓരോ എമിറേറ്റ്സിൽ തന്നെ 10,000-5000 ആൾക്കാരുണ്ടെന്ന്. അപ്പം ഈ UAE-യിലുള്ള 7 എമിറേറ്റ്സ് കവർ ചെയ്യാനായിട്ട് ദൈവം എന്നെ അന്ന് സഹായിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തില് ഞാൻ വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇത്. അനേകർക്ക് ഒരു ആത്മീയ പ്രചോദനമായിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്ത മഹിമയെക്കുറിച്ചോ അല്ലെങ്കിൽ പോഴ്ചയെ കുറിച്ചല്ല പറയുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ദൈവത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്, ഇത്രമാത്രം കാര്യങ്ങൾ എന്തുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ചെയ്തെന്ന്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കണം. നമ്മൾ നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസി തന്നെ ആയിരിക്കണം. അതോടുകൂടി നമ്മള് ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ, എന്റെ കാര്യമല്ല ഘോഷിക്കുന്ന, കർത്താവിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അത് മറ്റുള്ളവരെ അറിയിക്കണം, സുവിശേഷം അറിയിക്കണം. എല്ലായിടത്തും പോയി കർത്താവിന്റെ സാക്ഷിയാവാനായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ എനിക്ക് അവസരം തരുന്നു. ഞാൻ എന്റെ പ്രൊഫഷൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ ഗൾഫിൽ വന്ന് ഞാൻ പറഞ്ഞ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തു. എന്റെ സാഹചര്യം ദൈവം മാറ്റി ആ കമ്പനിയുടെ GM ആയിട്ട് ഞാൻ മാറി. അങ്ങനെ ഒരു നല്ല പൊസിഷനിൽ വന്നപ്പോൾ പല കീഴ് ജീവനക്കാരെയും അപ്പോയിന്റ് ചെയ്തതായിട്ട് വന്നു. ആ സമയത്ത് ഞാൻ അപ്പോയിന്റ് ചെയ്യുന്നവരൊക്കെ MBA-ക്കാരും നല്ല വിദ്യാഭ്യാസമുള്ളവരുമാ. അപ്പൊ എനിക്ക് ഒരു കോംപ്ലക്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു പാസ്റ്റർ, ഞാനിവിടെ ദുബായിലെ MG യൂണിവേഴ്സിറ്റി പോയി ഞാൻ എന്റെ MBA വിദ്യാഭ്യാസത്തിന് ചേർന്നു. അങ്ങനെ എനിക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കർത്താവ് തന്നു. അതും വലിയ അത്ഭുതമാണ്. ഞാനൊരു നൈറ്റ് പ്രയറിന് എന്നോട് ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു, നീ ഈ വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങുന്നതല്ല, നിനക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ഒരു പ്രവാചകൻ കൂടെ എനിക്ക് അരുളപ്പാടുണ്ടായി. അപ്പൊ ഞാനത് നിസ്സാരമായി കഴിഞ്ഞു. കാരണം ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് മൂത്ത മകളുണ്ടായി, ഇനി ഒരു പഠനം സാധ്യമാണ്. പക്ഷെങ്കില് ഞാൻ ഈ ജെയിംസ് കെ ഈപ്പൻ പാസ്റ്ററുടെ ഒരു വീട്ടില് നൈറ്റ് പ്രയറിന് പോയപ്പോ അദ്ദേഹത്തിന്റെ ഡൈനിങ് ടേബിളിൽ ഒരു പത്രപരസ്യം കിടക്കുന്നുണ്ട്, MG യൂണിവേഴ്സിറ്റി ദുബായില് അഡ്മിഷൻ MBA-ക്ക് ക്ഷണിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ആ നമ്പർ നോട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ആ കോഴ്സിന് ചേർന്നു. അത് ഞാൻ പറഞ്ഞത് MG യൂണിവേഴ്സിറ്റിയുടെ ഒരു 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 കോളേജാണ്. ആ കോളേജില് പഠനം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. ഞാൻ MBA വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ അവസാനത്തെ സെമസ്റ്ററിന്റെ പരീക്ഷ എഴുതി ഞാൻ എൻ്റെ പേന താത്തു വെച്ച സമയത്ത് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിജിലൻസുകാര് ആ സ്ഥാപനത്തിൽ കയറി വന്നിട്ട് ആ സ്ഥാപനം അന്ന് ഇന്ന് വരെ തുറന്നിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം ആ കോളേജ്, അത് വർഷങ്ങളായിട്ടുള്ള കോളേജാണ്, എന്റെ ആ പഠനത്തിന് വേണ്ടി മാത്രം ദൈവം ഒരുക്കിയ ഒരു കോളേജാണ്. ഇന്നും ആ സ്ഥാപനം തുറന്നിട്ടില്ല. അതുപോലെ എനിക്ക് വേണ്ടി ദൈവം എക്സ്ക്ലൂസീവായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ദൈവദാസനെ. ഞാൻ പറഞ്ഞു വന്നത്, ആ ആ ഒരു പൊസിഷനിൽ ഞാൻ ആയിരിക്കുന്ന ആ സമയത്താണ് എനിക്ക് ഈ 2015 സെപ്റ്റംബർ 5-ാം തീയതി ഒരു മൈനർ സ്ട്രോക്ക് വരുന്നത്. ഞാൻ ആ വിഷയത്തിലോട്ട് കടന്നു വരാം. ഞാൻ ഈ മൈനർ സ്ട്രോക്ക് വന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഞാൻ ഇത് പറയാനുള്ള കാരണം, ഞാൻ ഒരു നൈറ്റ് പ്രയറിന്റെ സമയത്ത് ഒരു 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 എന്താ പറയുന്നത് UPF എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രയറിന്റെ സമയത്ത് എനിക്ക് തല കറങ്ങുന്നോട്ട് തോന്നി. ആ തലകറക്കം വളരെ സിവിയറായി. ഞാൻ ആ വീട്ടിൽ പാസ്റ്ററുടെ മോനെ വിളിച്ചിട്ട്, ജോഷോ വിളിച്ചിട്ട് പറഞ്ഞു, ജോഷോ എനിക്ക് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റ്, എന്റെ ഫ്ലാറ്റ്, പെട്ടെന്ന് ഇപ്പുറത്തോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് എന്റെ വീട്ടിൽ വന്നു. ഞാൻ രാത്രി മുഴുവൻ വൊമിറ്റ് ചെയ്തു, നേരം വെളുക്കുന്നത് വരെ വൊമിറ്റ് ചെയ്തു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ദേവദാസൻ ജെയിംസ് പാസ്റ്ററും ഡാർലി മാമ വൈഫും കൂടെ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പലരും അന്ന് രാത്രി എന്നെ കാണാൻ വന്നവർ എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയത് എന്തോ സിവിയർ പ്രശ്നമാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാന് വിശ്വാസ ജീവിതത്തിൽ മരുന്ന് എടുക്കത്തില്ലെന്ന് ഒരു തീരുമാനം എടുത്തിരുന്ന അന്ന്. കാരണം എന്റെ പാസ്റ്റർ മരുന്ന് എടുക്കുന്ന ആളല്ലായിരുന്നു, അദ്ദേഹമായിരുന്നു എന്റെ ഒരു മെന്റർ. അതുകൊണ്ട് തന്നെ ഞാൻ മരുന്ന് എടുക്കാതിരുന്ന വർഷങ്ങളെ എന്റെ ഷുഗർ, BP, കൊളസ്ട്രോൾ എല്ലാം ഹൈ ആയിരുന്നു. ഇതൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ ചെക്കപ്പും ചെയ്യുന്ന മനുഷ്യനല്ല. പക്ഷേ അന്ന് രാത്രി ഞാൻ കുഴഞ്ഞു വീണ ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ, എന്റെ പെങ്ങളൊക്കെ അന്ന് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ആ പെങ്ങളെ പിറ്റേ ദിവസം കൂടെ ഒരു ICU നേഴ്സാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലില്. പുള്ളിക്കാരി പിറ്റേ ദിവസം രാവിലെ ലിഫ്റ്റിൽ വെച്ച് ഭാഗ്യവശാൽ ഒരു ന്യൂറോ ഡോക്ടറെ കാണാനിടയായി. ന്യൂറോ ഡോക്ടറോട് പറഞ്ഞു, എന്റെ സഹോദരന് ഇന്നലെ രാത്രി ഇങ്ങനൊരു വിഷയമുണ്ടായി ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഒരു രീതിയിലും വെച്ചുകൊണ്ടിരിക്കരുത്, നീ ഒരു നേഴ്സാണോ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് വേഗം അവൻ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ രാവിലെ
ഇവിടുന്ന് എന്നെ എമർജൻസി കൊണ്ടുപോയി. അവിടുന്ന് നേരെ ഐസിയുവിൽ ഞാൻ കിടന്ന് 5 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയി. സിവിയർ പ്രശ്നങ്ങളായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിവേ മരുന്നെടുക്കേണ്ട സാഹചര്യം വന്നു, കാരണം ബലമായിട്ട് എല്ലാവരും കൊണ്ടുപോയാൽ. പക്ഷേ എന്നെ സ്കാൻ ചെയ്തു, എന്റെ എല്ലാവിധ ചെക്കപ്പുകളും നടത്തി, എല്ലാം നോർമലാണ്. ഷുഗറും പ്രഷറും ഉണ്ട്, പിന്നെ കൊളസ്ട്രോളും ഉണ്ട്. അല്ലാതെ അവർ പറഞ്ഞത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് ബ്രെയിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്. പക്ഷെ ദൈവം അതൊന്നും അനുവദിച്ചില്ല. സ്ട്രോക്കും ഇല്ലായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. ദൈവം അത്ഭുതമായിട്ട് എന്നെ വിടുവിച്ചു. ഒരു ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു, ഐസിന്ന് നേരെ ഇനി വാർഡിലോട്ട് പോകണ്ട, നേരെ വീട്ടിലോട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് പെങ്ങളുടെ വീട്ടിൽ ഒരു പ്രേയർ സെല്ലുണ്ട്. ഞാൻ പറഞ്ഞു, ആ പ്രേയർ സെല്ലിൽ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം, ദൈവം നമ്മളെ വിടുവിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രിയില് ഞാൻ ഡിസ്ചാർജ് മേടിച്ച് ആ ഭവനത്തിൽ പോയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി എന്റെ മേൽ ഇറങ്ങി വന്ന അത്ഭുതമായ സൗഖ്യത്തെ കർത്താവ് എനിക്ക് നൽകി തന്നു. അങ്ങനെ ഞാൻ ലീവ് എടുത്ത് 1 മാസത്തേക്ക് വീട്ടിലിരുന്നു. ആ സമയത്ത് എന്റെ മാതാവിനെ നാട്ടിൽ നിന്ന് വിസിറ്റ് കൊണ്ടുവന്നു. മാതാവ് പ്രായമായപ്പം വിസ റിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായപ്പോൾ മാതാവ് നാട്ടിൽ പോയിരുന്നു. അപ്പൊ വീട്ടിൽ എന്റെ പിള്ളേരെ സ്കൂളിൽ പോകും, എന്റെ വൈഫ് ജോലിക്ക് പോകും. ആ സമയത്ത് എന്നെ വീട്ടിൽ നോക്കാൻ ആരുമില്ലെന്നുകൊണ്ട് എന്റെ മദറിനെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത്, ഈ സമയങ്ങളെല്ലാം ഞാന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ മരുന്നെടുക്കുന്നില്ല, ഞാൻ ഏറെക്കുറെ നേരെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്. പക്ഷെങ്കില് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുനാളിൽ നമുക്ക് കിട്ടുന്ന ഒരു കുത്തുകൾ യോജിപ്പിക്കുന്ന ഒരു പേപ്പർ ഷീറ്റ് പോലെ, 1, 2, 3, 4 അറിയാമല്ലോ. നമ്മൾ അതിങ്ങനെ യോജിപ്പിച്ച് വരുമ്പോൾ അവസാനമാകുമ്പോൾ അതിൽ നിന്ന് ഒരു പിക്ചർ വരും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫിന്റെ ഓരോ ഇവന്റ്സും ഓരോ പോയിന്റ്സാണ്. നമ്മൾ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയെങ്കിലേ പറ്റൂ. നമുക്ക് ദൈവം തരുന്ന പരീക്ഷകളിൽ നമ്മൾ ജയിക്കണം. ആ ഒരു സാഹചര്യം കൂടെ കടന്നു പോയെങ്കിലേ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ പൂർണ്ണമായ പദ്ധതിയിലേക്ക് നമ്മൾ വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ പാസ്റ്ററിന് മനസ്സിലാവും, അല്ലെങ്കിൽ എന്റെ കേൾവിക്കാർക്ക് മനസ്സിലാവും. പ്രിയ ദൈവദാസനെ, ഞാനിത് ദൈവത്തോട് ചോദിച്ചു. പക്ഷെങ്കില് 1 മാസത്തെ കഴിഞ്ഞിട്ടും എനിക്ക് അതങ്ങോട്ട് ലെവലായിട്ടില്ല. പലരും എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോർമൽ ആണെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നാട്ടിൽ പോയി നല്ലൊരു ചെക്കപ്പിന് വിധേയനാകാനായിട്ട് എന്നോട് പലരും അഡ്വൈസ് ചെയ്തു. അങ്ങനത്തെ ഈ അഡ്വൈസിന്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാൻ നാട്ടിലോട്ട് പോകാനുള്ള ക്രമീകരണം ഉണ്ടായി. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രോക്ക് വന്നത്. കാരണം നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് എന്റെ മെയിൻ ഓണർ, ഈ ഷെയ്ഖ് ഫാമിലിപ്പെട്ട ഷെയ്ഖ് പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അദ്ദേഹത്തിന് 3 ആൺകുട്ടികളാണുള്ളത്. മൂത്ത ആളിനായിരുന്നു, പ്രായമുള്ളതാണ് ഈ എന്റെ അർബാബ്. അദ്ദേഹത്തിന് പവർ ഓഫ് അറ്റോർണി മൂത്ത മകന് കൊടുത്തിരുന്നു, പവർ ഓഫ് അറ്റോർണി, സിഗ്നേച്ചർ അതോറിറ്റിയൊക്കെ. ഇളയ 2 സഹോദരങ്ങളോടുണ്ട്. അവരൊന്നും സ്ഥാപനത്തിൽ വരാറേ ഇല്ല. പക്ഷെങ്കില് ഞാൻ ഈ മൂത്ത ആളിനെ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം. അപ്പൊ പറഞ്ഞു, നിനക്ക് 10-16 സ്ഥാപനമുണ്ട്, ഇതിന്റെ എല്ലാം ഇൻചാർജ് നീയാണ്, ഇവിടുത്തെ ട്രീറ്റ്മെന്റ് പോരെ, നീ അവിടോട്ട് വരണ്ട, നീ വീട്ടിൽ റെസ്റ്റ് എടുത്തോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ നാട്ടിൽ പോയി ഒരു ചെക്കപ്പ് വേണം. അപ്പൊ എന്റെ പെങ്ങളും എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. കാരണം ഒരു മെഡിക്കൽ ഒരു സ്റ്റാഫ് എന്റെ കൂടെ ഫ്ലൈറ്റിലുള്ള നല്ലതല്ലേ. എന്റെ മമ്മിയും ഉണ്ട്. ആ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് കയറിപ്പോയി. ദേവാസിനെ ഞാൻ നാട്ടിൽ കടന്നു പോയിട്ട് ഞാൻ നാട്ടിൽ ചെല്ലുന്നത് 15-ാം തീയതി ഒക്ടോബറിലാണ്, എന്റെ ഓർമ്മ അല്ലെ. 15-ാം തീയതി ഒക്ടോബർ 2015 ഞാൻ ചെല്ലുന്നു. 14-ാം തീയതി രാത്രിയിൽ നിന്ന് ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയ സമയത്ത് ഇവിടെ ഉണ്ടായ സംഭവമാണ് പ്രധാനപ്പെട്ട സംഭവം. ഞാൻ പറഞ്ഞു വരുന്നത്, 14-ാം തീയതി വൈകിട്ട് ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങിയ സമയത്ത് ഈ എന്റെ മെയിൻ ഓണറിന്റെ ഇളയ 2 സഹോദരങ്ങൾ കോർട്ട് ഓർഡറുമായിട്ട് എന്റെ ഓഫീസിൽ വന്നിട്ട് ഓഫീസും കാര്യങ്ങളും എല്ലാം ബലമായിട്ട് അവർ പിടിച്ചെടുത്തു. ബലമായിട്ട് പിടിച്ചെടുത്തത് കൂടാതെ ഞാൻ ആ മൂത്ത ഓണറും ഞാനും കൂടെ ചേർന്ന് വളരെയധികം വെട്ടിപ്പും തട്ടിപ്പും ഈ സ്ഥാപനത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കടന്നു വന്നത്. അപ്പൊ അതിന് 1 മാസം മുമ്പ് എനിക്ക് സ്ട്രോക്ക് ആയിട്ട് ഞാൻ വീട്ടിലായി. പിതാവ് മരിക്കുന്നു. ഇതൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ നാട്ടിലെത്തിച്ചു. അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിന്റെ മറവിൽ ദൈവം നമ്മളെ ഒളിപ്പിക്കും എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ നാട്ടിൽ ചെന്ന് ലാൻഡ് ചെയ്ത് പിറ്റേ ദിവസം വിളിച്ചപ്പോൾ എനിക്ക് അറിയാനിടയായ സംഭവം ഇതാണ്. അന്ന് ഞാൻ ഇതിനകത്തൊന്നും ഇൻവോൾവ് അല്ലായിരുന്നു. ഞാൻ അറിയാതെ പല കാര്യങ്ങളും ഇവൻ ചെയ്യുന്നുണ്ടായിരുന്നു പേഴ്സണൽ പ്രോപ്പർട്ടീസിനകത്ത്. അത് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തന്നെ എല്ലാ ഷെയ്ഖ് ഫാമിലിപ്പെട്ടവരാ, അവർക്ക് പവർ ഓഫ് അറ്റോർണി ഉണ്ട്, നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ എന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആയിരുന്നു. കാരണം അത് പിന്നത്തേതില് 2 വർഷമാണ് ഞാൻ നാട്ടിൽ സ്റ്റക്കായി പോയി. 2 വർഷം. ആ സമയത്താണ് ഞാൻ ഈ വീടൊക്കെ പണിത്. എനിക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഈ മൂത്ത ഓണറിനെ വിളിക്കുമ്പോൾ അവൻ പറയുന്നത്, ഇവിടെ കേസും വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ആകുന്ന ഒരു ഭയം അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ ഇങ്ങോട്ട് അവൻ കയറ്റിയില്ല. അതാണ് സംഭവം.
പക്ഷെങ്കിൽ ഇന്നും ആ കേസ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഫുജറ എന്നുള്ള ദേശത്ത്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കുന്ന ഫുജറ എന്ന് പറഞ്ഞ ദേശത്തിരുന്ന 2 വർഷം കഴിഞ്ഞപ്പോൾ എന്തും വരട്ടെന്നും കരുതി എന്റെ വൈഫിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ബിജു മാത്യു എന്ന് പറയും, അദ്ദേഹം ഒരു ദേവദാസനാണ്, ഇപ്പം അയർലൻഡിലുണ്ട്. അദ്ദേഹം ഷെയ്ഖ് പാലസിൽ റാസൽ കെമ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ അക്കൗണ്ടന്റ് ആയിരുന്നു. അദ്ദേഹം എനിക്കൊരു വിസിറ്റ് വിസ എടുത്തു വന്നു. ഞാൻ ആ വിസിറ്റ് വിസ ഷാർജയിൽ ഞാൻ തിരിച്ചു വന്നു. ഷാർജ വന്നപ്പോൾ അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് എല്ലാവരും എന്നെ ഭയപ്പെടുത്തി. പക്ഷെങ്കില് ഒന്നും സംഭവിച്ചില്ല. പ്രത്യേകിച്ച് ഇത് ഷെയ്ഖിന്റെ വിസയുടെ ആയതുകൊണ്ട് ആരും എന്നെ ഒന്നും ചോദിച്ചില്ല. എന്നെ ഇറക്കി വിട്ടു. ഇന്ന് വരെ ആരും എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആ വർഷങ്ങളായിട്ട് ഈ ദേശത്ത് തന്നെ ഉണ്ട്. ആ ഗവൺമെന്റ് ഓഡിറ്റ് അവർ വെച്ചിട്ട് ആ ഓഡിറ്റേഴ്സ് പറഞ്ഞു ഈ ആൾ എന്ന് UAE തിരിച്ചു വരുന്നോ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് അദ്ദേഹം അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് നോ പെയിൻ നോ ഗെയിൻ എന്നാ. നമ്മൾ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഞാൻ പറയട്ടെ, എന്റെ ഒരു ലാൻഡ് ലൈനിൽ നിന്ന് ഒരു ലോക്കൽ കോള് പോലും വിളിക്കാനായിട്ട് അതായത് നമുക്ക് അന്ന് മൊബൈലിൽ ചാർജ് ഉണ്ട്, അതുപോലും ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന മനുഷ്യനല്ല. അത്രയ്ക്ക് വിശ്വസ്തയോട് ഞാൻ അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കമ്പനിയുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എടുത്ത് ഞാൻ ദുരുപയോഗം ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ദൈവസന്നിധി നല്ലൊരു പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ദൈവം എന്നെ തക്ക സമയത്ത് മാറ്റി. അന്ന് ഞാൻ ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഈ പ്രതികൂലം വന്നു, പ്രയാസം വന്നൊക്കെ ദൈവത്തോട് ചോദിച്ചപ്പോൾ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായ ദൈവത്തിന്റെ പദ്ധതി എന്തോ ആയിരുന്നു. ഞാൻ ഇന്നും ജയിലിൽ കിടക്കേണ്ട മനുഷ്യനാകും. ഇല്ലാത്ത കുറ്റത്തിന് അവർ എന്നെ പിടിച്ചകത്തിട്ടേനെ. പക്ഷെങ്കില് നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമ്മൾ ചോദ്യം ചെയ്യാതെ ദൈവം നടത്തുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും നമ്മൾ മുന്നോട്ട് പോയാൽ ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ മാനിക്കും. ഞാൻ അതുപോലെ ഇവിടെ തിരിച്ചു വന്ന് ഞാനൊരു പുതിയ സ്ഥാപനത്തില് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ഇടയായി. അത് പെട്ടെന്ന് തന്നെ എനിക്കൊരു ജോലി കിട്ടി. ഞാൻ വീടിനടുത്ത് തന്നെ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ കുറിച്ചും പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് എനിക്ക് ജോലി കിട്ടിയത്. അപ്പൊ ഞാൻ ഈ സ്ട്രോക്കും ഒക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് അല്പം റെസ്റ്റ് ഉള്ള ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം 10-16 കമ്പനി ഞാൻ നടത്തി ക്ഷീണിച്ച ഇനിയിപ്പോ ഒരു കമ്പനിയുടെ പണിയുമായിട്ട് ഒതുങ്ങിക്കൂടാം. അങ്ങനെ പറഞ്ഞ് ഇവിടെ ഒരു വേക്കൻസി വന്നു, ഒരു അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് വേക്കൻസി വന്നു. അപ്പൊ എനിക്ക് ഇത്രയും സീനിയോറിറ്റി ഉണ്ട്, അതൊന്നും കണക്കിടാതെ ഞാൻ ഒരു അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് കയറി. അത്രയും തലവേദന കുറവുണ്ടല്ലോ കൊണ്ട് പോയി കയറിയതാ. പക്ഷെങ്കില് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു CA കാരി, ഒരു CPA കഴിഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്, എന്റെ സീനിയർ ആയിട്ട് ഇരിക്കുന്ന ഞാൻ എന്റെ ജോലി സ്ഥലത്ത് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ആ പുള്ളിക്കാരുടെ ക്യാബിനകത്ത് കയറി ഒരു ദിവസം ഞാനൊരു പേന എടുത്തു. പുള്ളിക്കാരുടെ പെർമിഷൻ ഇല്ലാതെ ഇരിക്കുമ്പോ തന്നെ ജസ്റ്റ് ഒരു കാര്യം എഴുതാനായിട്ട്. അപ്പൊ പുള്ളിക്കാര് ഭയങ്കരമായിട്ട് എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ടേബിളിൽ നിന്ന് ഒരു പേപ്പർ പോലെ നിനക്ക് എടുക്കാൻ അധികാരമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതെന്നെ അങ്ങ് പ്രയാസപ്പെടുത്തി. ഒന്നാമത് ഞാൻ പ്രായമുള്ള മനുഷ്യനാ, പിന്നെ അവരൊക്കെ കൊച്ചു പിള്ളേരാ. തന്നെയല്ല എനിക്ക് ഇത്രയും അക്കൗണ്ട്സ് സീനിയോറിറ്റി ഉണ്ട്, ഒരു പേന എടുത്തതിന് ഇത്രയും മാത്രം. അന്ന് എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം വന്നു, ദൈവമേ അങ്ങനെ ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, മോർദെഖായി ഒരിക്കലും ഒരു ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല. ദൈവമക്കളുടേതായിട്ടുള്ള ചില പ്രിവിലേജസ് ഉണ്ട്. നമ്മൾ അങ്ങനെ എല്ലാവരെയും കയറി നമ്മുടെ തലമേ കയറി ആരും ദൈവം ഓടിക്കുമാറാക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്, അന്നുകൊണ്ട് ഇന്നുമുണ്ട്. എന്ന് പറഞ്ഞ് നമ്മള് എളിവനല്ല, അല്ലെങ്കിൽ നമ്മൾ ഹമ്പിൾ അല്ലെന്നല്ല. തീർച്ചയായിട്ടും തക്ക സമയത്ത് ദൈവത്തിന്റെ ഉയർത്തേണ്ട ദൈവത്തിന്റെ ബലമുള്ള കാര്യങ്ങളിൽ നമ്മൾ താണിരിക്കണം. അതൊരു ദൈവത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളൊരു കാര്യം നമ്മുടെ മേലെ ചെയ്യുക എന്ന് പറയുന്നത് അത് നമുക്ക് പ്രയാസമുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ സോറി പറഞ്ഞ് ഞാൻ ഇറങ്ങി. ദേവാസിനെ പിന്നീട് സംഭവിച്ച എന്താണെന്നറിയാമോ? അതിന്റെ മെയിൻ ഓണർ വല്ലപ്പോഴും അവിടെ വരുന്നത്. മെയിൻ ഓണർ എന്റെ CV ഒരിക്കല് അദ്ദേഹം എടുത്ത് ഞാൻ വായിച്ചപ്പോ പറഞ്ഞു, ഇദ്ദേഹം ഇന്ന സ്ഥാപനത്തിൽ ഇത്ര വർഷം ജോലി ചെയ്ത ആളാണല്ലോ, ഇദ്ദേഹം എന്തുകൊണ്ട് ഇവിടെ അസിസ്റ്റന്റ് അക്കൗണ്ടായിട്ട് ജോലി ചെയ്യുന്നു എന്ന് വിളിച്ച് അവിടുത്തെ CEO വിളിച്ചിട്ട് ചോദിച്ചു. CEO വിളിച്ചിട്ട് ചോദിച്ചാൽ പറഞ്ഞു, അവിടെ എല്ലാം വേറൊരു നാഷണാലിറ്റിക്കാരാണ്, ഞാൻ ആ നാഷണാലിറ്റി എടുത്ത് പറയുന്നില്ല. നമ്മള് അങ്ങനെ ചോദിച്ച സമയത്ത് CEO പറഞ്ഞു അവൻ ആ ജോലി മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവൻ അതിനെ വെച്ചിരിക്കുന്നു. ഇല്ല, അവനെ വേഗം ടെസ്റ്റിന് വിടാൻ പറഞ്ഞു. ടെസ്റ്റിന് വിട്ട് അവൻ പാസ്സാകുന്നുണ്ടെങ്കിൽ ഞാൻ അവന് പ്രൊമോഷൻ കൊടുക്കാൻ പോകുന്നു പറഞ്ഞു. പാസ്റ്ററെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ടെസ്റ്റിന് വിട്ടു. ആദ്യത്തെ ഒരു ടെസ്റ്റിന് വിട്ട് ഞാനത് പാസ്സായി. എന്നിട്ടും അവർക്കത് എന്റെ ഇരിക്കുന്ന കൊളീഗ്സിന് ഇഷ്ടപ്പെടാഞ്ഞിട്ട് വേറൊരു ഇന്റർവ്യൂവിന് വീണ്ടും എന്നെ വിധേയപ്പെടുത്തി. അത് ഞാൻ പാസ്സായി. അതും കഴിഞ്ഞിട്ട് എന്റെ ഓണർ അവരെ വിളിച്ചു പറഞ്ഞു, ഇവനെ സീനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലോട്ട് മാറ്റ്, ഇവന് 2 പാസ്സായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞില്ല, അതൊക്കെ ഇവിടുത്തെ ചെറിയ പരീക്ഷകളാ. സത്യം പറഞ്ഞാൽ ഇവനെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഓഡിറ്റേഴ്സിന്റെ അടുക്ക വിട്ടിട്ട് ഇവനൊരു മെയിൻ പരീക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് അവർ സെലക്ട് ചെയ്തത് ഇവിടുത്തെ ഏറ്റവും വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ്, തലാൽ അബു ഗസാലെ എന്ന് പറയും, ലെബനോനികളാണ്. അവരെ കൂടുതൽ അറബിക് നേഷൻസാ, അറബികൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ എന്നെ വിട്ടിട്ട് ടെസ്റ്റ് കൊടുത്ത് പാസ്സാകുകയാണെങ്കിൽ
സീനിയർ പോസ്റ്റിൽ എന്നെ ആക്കാവുന്ന അവർ പറഞ്ഞ പ്രകാരം എന്റെ ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാലു സോറി, ഒരു പരീക്ഷയും കൂടെ നീ എഴുതണം, ഇച്ചിരി പ്രഷറുണ്ട്. ഓണർ പറയുക എന്നോട്, നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പണ്ട് ദാനിയേലിന്റെ സിംഹക്കുഴിയുടെ മുമ്പിൽ എന്നിട്ട് രാജാവ് പറഞ്ഞ പോലെ എന്റെ ഓണർ എന്നോട് പറഞ്ഞു, നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു, സാറേ ഇതൊരു ലാസ്റ്റ് പരീക്ഷ, എനിക്ക് ജോലി ഇല്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഈ പരീക്ഷ, ഞാൻ ഇത്ര പ്രായമായി, എനിക്ക് ഈ പരിപാടികൾ പറ്റില്ല, കൊച്ചു പിള്ളേരോട് പരീക്ഷ, ഞാൻ 2 പരീക്ഷ എഴുതി പാസ്സായി. ഇല്ല, നീ ഇതൊന്ന് എഴുതി പാസ്സാവുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി പെട്ടെന്ന് പോയി. ഞാൻ അപ്പോഴേ എന്റെ ഈ സീനിയർ പള്ളിക്കാരുടെ അടുക്കല് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്നെ ഒരു ഇന്റർവ്യൂവിനുള്ളത്ത് വിളിച്ചിട്ടുണ്ട്, ഇന്ന ഒരു ഓഡിറ്റർ സ്ഥാപനത്തിലാ. അപ്പൊ ഈ ഒരു പെങ്കൊച്ച അവൾ എന്നോട് പറഞ്ഞു, നീ അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 എണ്ണം പോലും നീ ശരിയാക്കത്തില്ലെന്ന് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ ചോദിച്ചു, പറഞ്ഞു, ഓ അത് നിനക്കറിയത്തില്ല, ഞാൻ ഇവിടെ ഒരു സാമ്പിൾ തരാമെന്ന് പറഞ്ഞിട്ട് അവൾ എന്റെ വാട്സാപ്പിലോട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സാമ്പിൾ എനിക്ക് അയച്ചു തന്നിട്ട് ഞാനത് നോക്കിയപ്പോൾ ഞാൻ തന്നെ തലകറങ്ങിപ്പോയി. കാരണം ഇത് ഭയങ്കര കഠിനമായ ചോദ്യങ്ങളും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ കാൽക്കുലേഷനും കാര്യങ്ങളും ചെയ്യാൻ ഞാൻ തന്നെ ഭാരപ്പെട്ടു. പക്ഷെങ്കിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇപ്പം ലീവ്, എനിക്ക് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാ ഇന്റർവ്യൂ, അതായത് ടെസ്റ്റ്, നീ ഇപ്പം വീട്ടിൽ ലീവ് എടുത്ത് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രേരണ തന്ന് ദേവാസന, ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറെ ഒന്നും പഠിച്ചില്ല. ഈ 50 ചോദ്യം ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഈ 50 ചോദ്യം ഇന്റർനെറ്റിന്റെ സഹായം, എന്റെ പഴയ പുസ്തകം ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പഠിച്ച് എല്ലാത്തിന്റെ ആൻസർ കണ്ടുപിടിച്ചു. ദേവദാസിനെ ഈ ഓഡിറ്ററിന്റെ സ്ഥാപനത്തിൽ ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, 3 ക്യാമറ ഇരിപ്പുണ്ട്, കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല. കാൽക്കുലേറ്റർ ഉപയോഗിച്ചോളാൻ പറഞ്ഞു, നീ അണ്ടർ ഒബ്സർവേഷനില്ല, നിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞു, കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ആ വിറയ്ക്കുന്ന കൈയോട് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എന്റെ ദേവാസനെ ഞാൻ തുറന്നു നോക്കുമ്പോൾ ഈ പെങ്കൊച്ച് എനിക്ക് അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൂട്ടുകാരി, ഞാൻ ഇങ്ങനെ വിചാരിക്കുക, മോശയുടെ സ്വന്തം അമ്മയെ കൊണ്ട് മോശയ്ക്ക് പാല് കൊടുത്തെന്ന്, ആ പറവോന്റെ കൊട്ടാരത്തില് പാല് കൊടുത്തെന്ന് പറഞ്ഞോളെ നമ്മുടെ എതിരാളി തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചു. ഞാൻ ഇന്ന് വരെ, ഞാനിപ്പോ ഈ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ടായി ഇവിടെ ഈ ചാനലിൽ പറയും, ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ജോലി റിസൈൻ ചെയ്ത് 36 ഈ വർഷം 36 ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഫുൾ ടൈം ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ BTH വിദ്യാഭ്യാസം കഴിഞ്ഞ് MD വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുക. എന്റെ ഗ്രാജുവേഷൻ ഡിസംബറിൽ, അതിനാണ് ഞാൻ UAE തിരിച്ചു വന്നിരിക്കുന്നത്. ഷാർജയിലെ നമ്മുടെ പാപ്പച്ചാൻ എന്ന് പറയുന്ന ചർച്ചക്കൂടിന്റെ അവരുടെ ഗിൽഗാൽ പബ്ലിക് കോളേജിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, തുടർന്ന് നടന്നത് വലിയ അത്ഭുതങ്ങൾ. ഞാൻ ഓഫീസിൽ വന്നപ്പോൾ എനിക്ക് ഫുൾ മാർക്ക്. ആ ഓഡിറ്റേഴ്സ് പറഞ്ഞ് അവരുടെ അവിടോട്ട് ഇവനെ വിട്ടേക്കാൻ പറ്റും. അത് കൂടാതെ ഞങ്ങളുടെ ഓണർ വിളിച്ച് എനിക്ക് പ്രത്യേക അപ്രിസിയേഷൻ തന്നിട്ട് പിറ്റേ ദിവസം ആ പെങ്കൊച്ചിരുന്ന ക്യാബിൻ മുഴുവൻ മെയിൻ്റനൻസ് ചെയ്ത് പുതിയ ടേബിള്, പുതിയ സെറ്റ്. അവളോട് പറഞ്ഞു, നീ വെളിയിൽ പോയി അവൻ ഇരുന്നിട്ട് തിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ സ്ഥാനത്ത് എന്നെ പിടിച്ചിരുന്നു. ഞാൻ ഈ ഇറങ്ങുന്നതിന് വരെ ഞാന് സീനിയർ അക്കൗണ്ടന്റ് അല്ലായിരുന്നു, ഞാനൊരു ഇന്റേണൽ ഓഡിറ്ററായിട്ട് ആ സ്ഥാപനത്തിൽ എന്നെ അപ്പോയിന്റ് ചെയ്യാനിടയായി. നമ്മുടെ ദൈവം എത്ര അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ പ്രവാസികളായിട്ട് പലരും UAE ഉണ്ടല്ലോ. ഞാൻ ഒരു അഡ്വൈസായിട്ട് പറയാം, അല്ലെ ലോകം മുഴുവൻ എന്നെ കേൾക്കുന്നതോട് ഞാൻ പറയാ, നമ്മൾ ദൈവത്തിന് വിശ്വസ്തരാണോ, നേരോടാണോ നടക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ച എന്റെ കറ്റോട് IPC ഞാൻ എന്റെ മെമ്പർഷിപ്പ്. അവിടെ വർഗീസ് സാർ എന്ന് പറഞ്ഞ ഒരു സാർ ഉണ്ടായിരുന്നു, മർത്തോമ കോളേജ് മർത്തോമ കോളേജിലെ ഒരു സാറായിരുന്നു, തിരുവല്ല മർത്തോമ കോളേജിൽ. അദ്ദേഹം അമേരിക്കയിലായിരുന്നു, അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി. അദ്ദേഹം പലപ്പോഴും ഞാൻ ഈ ഭൗതിക നന്മയ്ക്കൊക്കെ എതിരാന്ന് സംസാരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ലാലുവിന് നന്മ വേണ്ടതിലും ലാലുവിനെ ദൈവം ഉരുട്ടിയിട്ട് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പൊ പുള്ളി പറയുന്ന, ഉരുട്ടിയിടുമ്പോൾ ചിലപ്പോൾ മുട്ടുപൊട്ടും, കയ്യും കാലും ഒടിയും. അതുകൊണ്ട് ദൈവം ഇങ്ങോട്ട് വെച്ച് നീട്ടുമ്പോൾ വേണ്ട നീ പറയരുത്. ദൈവം തരുന്ന നന്മകളൊക്കെ നന്ദിയോടെ അനുഭവിക്കണം എന്ന് ആ ദൈവവാസം പറഞ്ഞ് ഞാൻ ഇന്ന് നന്ദിയോട് ഓർക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടെങ്കിൽ പോലും നിന്ദകളും പരിഹാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, ദൈവം നമ്മളെ മാനിച്ചിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഈ മരുന്നെടുക്കാതെ നടന്ന് എനിക്ക് സ്ട്രോക്ക് വന്നതിന്റെ പൊരുള് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ ദേശത്ത് വന്നു, ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം ജൂൺ മാസം വരെ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ഇടയായി. ഞാൻ വേറൊരു അനുഭവം കൂടി പറയാം. നിന്നുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ എന്റെ ഓർമ്മയെ വരുന്നു. എനിക്കൊരു പഴയ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വൈഫിന് അജമാനില്ല. എന്റെ വൈഫ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാർമസിസ്റ്റാ. ആ കല്യാണമൊക്കെ കഴിച്ച സമയത്ത് ജോലിയില്ല. അവൾ അത്ഭുതമായിട്ട് അവൾ പാസ്സായി. അന്ന് 3 കടമ്പകളുണ്ടായിരുന്നു. അവളുടെ പരീക്ഷ എഴുതി പാസ്സാകണം, പിന്നെ അറബിക് എക്സാം പാസ്സാണ്, ഇവിടുത്തെ ലോ പാസ്സാണ്. ഇന്ന് അത്രയും കടമ്പകളില്ല.
അത്ര കഠിനപ്പെട്ട് അവൾ ഇവിടുത്തെ എക്സാം പാസ്സായി ഇവിടെ ഒരു പ്രൈവറ്റ് ഒരു ഫാർമസി ജോലി ചെയ്ത് 1 രൂപ പോലും ശമ്പളമില്ല. ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു 100-130 കിലോമീറ്റർ അപ്പുറത്തുള്ള അജമാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ഫാർമസിയിൽ അവർക്ക് ജോലി കിട്ടി. അപ്പൊ എക്സ്പീരിയൻസ് വേണമല്ലോ. അവളെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടു. അവളും എന്റെ മൂത്ത മോളുമായിട്ട് അവിടെ സെറ്റിലായി. ഞാൻ ഇവിടുന്ന് വന്നും പോയി നിൽക്കുന്ന സമയം അത് ഒരു അത്ഭുതമാണ്. ഞാൻ എന്റെ ഓഫീസില് അജമാന് ഞാനൊരു ജോലി കണ്ടുപിടിച്ചിട്ട് ഞാൻ മാറാൻ നേരം എന്റെ ഓണർ എന്നോട് പറഞ്ഞു, നീ പോകാൻ പറ്റത്തില്ല, നീ ഉച്ച കഴിഞ്ഞ് 2 മണി വരെ ജോലി ചെയ്താൽ മതി. അപ്പൊ ഞാൻ വെളുപ്പിനെ 6 മണിക്ക് ജോലിക്ക് പോയാൽ രാത്രി 8-ന് വരുന്ന മനുഷ്യനാണ്. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആണോ, എന്തിനാ ഈ കൊച്ചു വെളുപ്പം കാലത്തൊക്കെ വെളിയിൽ നിൽക്കുന്നത്? അപ്പൊ എനിക്ക് പറയാൻ തന്നെ നാണക്കേടാ. ഞാൻ ആ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിട്ട് ആദ്യകാലങ്ങളിൽ ജോലി ചെയ്ത സമയങ്ങളിൽ ഞാൻ പറഞ്ഞത്, ആ സ്ഥലത്ത് അതേ ഓണർ എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളപ്പം വരാം, ഇഷ്ടമുള്ളപ്പോൾ പോകാം, നീ ജോലി വിട്ടു പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അജമാനി വരികയും പോവുകയും ചെയ്യുന്നത്. എനിക്ക് പോകേണ്ടിയപ്പോൾ ഞാൻ 2 മണിയാകുമ്പോൾ പോകും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ പഴയ വണ്ടി, എന്റെ അളിയന്റെ വണ്ടിയൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ പോകുന്നത്, എന്റെ അമ്മായിപ്പന്റെ കാറ് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ പോകുന്നത്. അന്ന് ഞാൻ തീരുമാനമെടുത്ത് നമുക്ക് ഒരു പുതിയ കാറ് മേടിച്ചേക്കാന്ന് വിചാരിച്ചു. എന്റെ വൈഫിന് ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെയൊക്കെ ദേവാസനം ഞാൻ ഒരു പുതിയ വണ്ടി എടുത്തു. പുതിയ വണ്ടി എടുത്ത സമയത്ത് ആ വണ്ടി എടുക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കാണുവാനിടയായി. അദ്ദേഹം ഒരു കാറിന് ഇങ്ങനെ പോവാണ്. ഞാൻ പറഞ്ഞ നിന്നയുടെയും പരിഹാസത്തിന്റെയും കാര്യമാണ്. അദ്ദേഹത്തിന്റെ വണ്ടി നമ്പർ 4 ഡിജിറ്റ് ഉള്ള നമ്പറാണ്. 4 ഡിജിറ്റ്. അവിടെ UAE സിംഗിൾ ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് ഇതൊക്കെ VIP നമ്പറുകളാണ്. 4 ഡിജിറ്റ് ഒക്കെ ഇന്ത്യക്കാർക്ക് കിട്ടും. പക്ഷെങ്കിൽ എന്താ പറയുക, വലിയ ഹോൾഡ് വേണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് പുള്ളി പറഞ്ഞ പദപ്രയോഗമാണ്, ഇതൊരു എന്തുവാണ്, അണ്ടനും അടകോടനും ഒന്നും കൊടുക്കുന്ന നമ്പർ അല്ല. അദ്ദേഹം, ഞാനൊരു ബന്ധുക്കോസാനാണ്, പുള്ളിക്ക് അറിയാം ഇതൊക്കെ ആമ്പിള്ളേർക്ക് പറഞ്ഞിരിക്കുന്നതാന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു വാക്ക് ഞാൻ കയറി അങ്ങ് പിടിച്ചു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് എനിക്കൊരു 4 ഡിജിറ്റ് നമ്പർ കിട്ടിക്കൂടാ? ഞാൻ മനസ്സിലൊന്ന് ആഗ്രഹിച്ചു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യവും അങ്ങ് ദിവസത്തിൽ അങ്ങ് നിലവിളിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. നമ്മുടെ നെടുവീർപ്പുകൾ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. അതാ ഞാൻ ഈ പറയാൻ വരുന്നത്. വികാസിനെ ഈ വണ്ടി എടുത്ത സമയത്ത് വണ്ടി വൈഫിന്റെ പേരിലാണ് എടുത്ത്. അജമാനിലാണ് രജിസ്ട്രേഷൻ. അന്ന് ഞങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന എന്റെ വൈഫിനെ 1 മാസം അവിടെ താമസിപ്പിച്ച ഒരു കുടുംബമുണ്ട്. അജമാൻ ജോർജ് കുട്ടിച്ചാൻ എന്ന് പറയും. ജോർജ് കുട്ടിച്ചാൻ AC ജോർജ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ന് അദ്ദേഹം ഒരു പാസ്റ്റർ, ഒരു സഭ നടത്തുന്നുണ്ട്. ആ ദേവദാസനോട് ഞാൻ പറഞ്ഞു, വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്രമീകരിച്ചു തരണം, എനിക്കിവിടെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വരാൻ പറ്റത്തില്ല, അങ്കിൾ ഒന്ന് ക്രമീകരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ലാലു, ഞാനത് ശരിയാക്കാന്ന് പറഞ്ഞു. അപ്പൊ ചെക്കും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തത്. ഇദ്ദേഹം രജിസ്ട്രേഷന് ചെന്നപ്പോൾ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, ജോർജ് ഒരു ഉപകാരം ചെയ്യണം, മുറൂറിൽ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേ ഒരു 4 ഡിജിറ്റ് നമ്പർ ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, എടാ എന്റെ വണ്ടിയുടെ നമ്പർ പോലും 4 ഡിജിറ്റ് അല്ല, നീ ഇതെന്തോ ആഗ്രഹമായി പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല, പോയാലൊരു വാക്ക് ഒന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദേവദാസന്റെ രജിസ്ട്രേഷന്റെ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ മുതിർനെ കയറി കണ്ടു. മുതിർനെ കയറി കണ്ടെന്ന് പറഞ്ഞു, ഇതെന്റെ എന്റെ ഒരു സഹോദരന്റെ വണ്ടിയാണ്, അദ്ദേഹത്തിന് പുതിയ വണ്ടിയാണ്, 4 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞു. നീ എന്താ ഇവിടുത്തെ ഷെയ്ക്കാണോ? അദ്ദേഹത്തോട് ചോദിച്ചാൽ, നീ എന്താ അജമാനിലെ ഷെയ്ക്കോ? നീ എന്തോ ഈ ആവശ്യപ്പെടുന്നു? പൊക്കോളം പറഞ്ഞു. അപ്പൊ ഈ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഞാൻ പറഞ്ഞതിന്റെ ഒരു വെളിച്ചത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാനിതൊന്നും അറിയുന്നില്ല. അദ്ദേഹം വെളിയിലോട്ട്, ഈ പോലീസ് ഓഫീസറിന്റെ റൂമിൽ നിന്ന് വെളിയിലോട്ട് പോയപ്പോ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഈ പുള്ളിക്കാരനെ കണ്ടപ്പോഴത്തേക്കും വിഷ് ചെയ്തു, സംസാരിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ ചോദിച്ചു, ഇവനെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞു, ഇവൻ ഈ അജമാനിലെ പഴയ ഷെയ്ക്കാണ്, നിനക്കറിയത്തില്ലേ? ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും പണിതിരിക്കുന്ന ഇദ്ദേഹമാണ്, നിനക്ക് ഇവിടെ അറിയത്തില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഈ ഇറങ്ങിപ്പോയ ആളെ തിരിച്ചു പിടിച്ചിട്ട് ആ പോലീസ് ഓഫീസർ പറഞ്ഞു, നിനക്ക് ഏത് നമ്പറാണ് വേണ്ടിയ സെലക്ട് ചെയ്തോളാം. അങ്ങനെ 4 ഡിജിറ്റ് നമ്പർ അത്ഭുതകരമായിട്ട് ദൈവം എനിക്ക് തന്നു. എന്നിട്ട് ആ ആളിന്റെ മുമ്പിൽ ഞാൻ ആ വണ്ടി ഓടിച്ചതിലെ നടന്നു. ഞാൻ അങ്ങനെ ചോദിച്ചു, ഇതാ കണ്ടോടാ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം അത് കണ്ടു. പല വർഷങ്ങൾ അദ്ദേഹം കണ്ടു. ഇത് എങ്ങനെയാ നിനക്ക് കിട്ടിയെന്ന് ഇന്ന് വരെ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെങ്കില് ദൈവം നമ്മളെ മാനിക്കും. ദൈവാസനെ, നമുക്കൊരു വിഷയമുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലമോ പ്രയാസമോ നിന്നയുണ്ടോ, ദൈവം നമ്മളെ കൈവിടത്തില്ല. ആ വ്യക്തിയുടെ മുമ്പിലാണ് ഇന്ന് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ആ വണ്ടിയൊക്കെ ഞാൻ വിറ്റു. ഇന്ന് ഞാൻ അതിന്റെ ക്രേസി ഒന്നുമില്ല. ഞാൻ ആത്മീയത്തിൽ പക്വതയായി വന്നപ്പോൾ അതൊക്കെ എനിക്ക് ഇന്ന് അത് ഓർമ്മ തന്നെ നാണക്കേട്. പക്ഷെ ഞാൻ പലരുടെയും വിശ്വാസത്തിന് വേണ്ടി പറയുക, നിങ്ങൾക്കൊരു വിഷയമുണ്ടോ, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടോ, ദൈവത്തോട് പറ. ദൈവം അത്ഭുതകരമായിട്ട് കാര്യങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. ഇതോട് ചേർന്ന് തന്നെ ഒരു വിഷയം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനും എന്റെ വൈഫ് ഇളയ മോളും കൂടെ റാസൽ കൈമയിൽ ഒരു വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വലിയ പ്രൗഢി ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടുത്തെ
അവിടുത്തെ മോള് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഹോട്ടലിലൊക്കെയാ കിടന്നെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മോൾ എന്നെ ദയനീയമായിട്ട് എന്നെ നോക്കി. കാരണം നമ്മുടെ പിള്ളേർ നമ്മളെ നോക്കുമ്പോ പണ്ട് പത്രോസിന്റെ മുഖത്തോട് യേശുക്രിസ്തു നോക്കിയെന്ന് പറഞ്ഞ പോലെ നമുക്കത് പെട്ടെന്ന് ക്ലിക്ക് ആകും. കണ്ടോ ഇവരൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടോ. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് നീന്തൽക്കുളത്തിൽ പോകും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഹോട്ടലിൽ പോകും എന്നൊക്കെ പറഞ്ഞപ്പം നമുക്ക് നമ്മുടെ ഒരു വിഷയമാണ് നമുക്ക് സഹിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം അവളത് ആവശ്യപ്പെട്ടില്ല, പക്ഷെങ്കിൽ അവിടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവർക്കത് ഫീൽ ചെയ്തു എന്ന് മനസ്സിലായി. ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഞാനിപ്പോഴേ ഇപ്പോഴും ഞാനിരിക്കുന്ന ഫ്ലാറ്റില്ല, ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ 6ാം നിലയിലാണ് ഞാനിരുന്ന് സംസാരിക്കുന്നത്. ഈ 6ാം നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ വീട് തന്നത് ഒരു അത്ഭുതമായ സാക്ഷ്യമാണ്. അത് ഞാനിപ്പം അതിലോട്ട് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിങ്ങനെ ഒന്ന് പെടഞ്ഞു. കർത്താവെ, നമ്മളൊക്കെ എത്ര സാധുക്കളാണ്, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പിള്ളേർക്ക് സാധിച്ചു കൊടുക്കണേ എത്ര നാൾ എടുക്കും. ഇതൊക്കെ എന്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് പോയി. പക്ഷെ ഞാനതൊന്ന് പുറത്ത് കാണിച്ചില്ല. ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരും. ഫോൺ കോൾ വന്നത് ഫുജറയിൽ നിന്ന്, എന്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ എന്നെ ഫുജറയെ അവിടോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വേഗം വെളിയിൽ ഇറങ്ങുക, ബിൽഡിങ്ങിന് തീ പിടിച്ചത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അവിടെ ഇല്ല, ഞങ്ങള് ഏകദേശം ഇങ്ങനെ റാസൽ കെയ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരിക്കുകയാണ്, ഞങ്ങൾ അവിടെ ഇല്ലെന്ന്. അപ്പൊ ഞങ്ങളുടെ കൂടെ അന്ന് ഷെയറിങ്ങിൽ ഒരു പെങ്കൊച്ചു താമസമുണ്ട്. ആ കൊച്ചു പ്രഗ്നന്റാ. പെട്ടെന്ന് ഞങ്ങളുടെ ചിന്ത അതായിരുന്നു, ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു. ആ കൊച്ചു സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഓടിപ്പോയായിരുന്നു ഈ സമയത്ത്. ഞാൻ ചോദിച്ചു, ഏത് ഫ്ലാറ്റിനാണ് നീ വിളിച്ചു? അത് നിങ്ങളുടെ ഫ്ലാറ്റിന് തന്നെയാണ് നീ വിളിച്ചു. ഈ വരുന്ന ആള് പറയാം, ഇവിടെ വലിയ ഫയർഫോഴ്സും വലിയ സംഭവം, രാത്രിയായി 7-8 മണിയായി, അതുകൊണ്ട് നിങ്ങൾ വേഗം വാ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ, തീയൊക്കെ അവർ അണച്ചു പാസ്റ്റേ, വേഗം വന്ന് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് കൊള്ളുക മിന്നുന്ന പോലെ എന്റെ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഹോട്ടലും വേണ്ട, ഒരു കുന്തം വേണ്ട, കിടപ്പാടമെങ്കിലും കത്തിപ്പോകാതെ ഉള്ളത് ഇനി കിട്ടിയാൽ മതി. പാസ്പോർട്ട് ഇരിക്കുന്നു, സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നു, 100 കൂട്ടം കാര്യങ്ങൾ ഇരിക്കുന്നു. ഞാനത് ചിന്തിച്ചു പോയത് തെറ്റായി പോയ ദൈവം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് ഭയങ്കര സ്പീഡ് ഞാൻ റാസിൽ ഫുജറയ്ക്ക് വരും. ഏകദേശം 1.5 മണിക്കൂർ പെട്ടെന്ന് ചവിട്ടി പിടിച്ച് ഇവിടെ വന്നു. എന്റെ പെങ്ങളും കുടുംബവും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരുടെ വീട്ടിൽ താമസിക്കാന്നുള്ളൊരു ഇതിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ സംഭവം എന്റെ ഫ്ലാറ്റ് ഒന്നുമല്ല തീ പിടിച്ചത്, താഴത്തെ ഇലക്ട്രിക് എന്തോ സംഭവം തീ പിടിച്ച് മേളോട്ട് തീ പോയപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ തോന്നിയതാ. പക്ഷെങ്കില് ഒരു റെഡ് ലൈൻ കെട്ടി പോലീസുകാർ അടച്ചിരിക്കുക. പോലീസുകാർ പട്ടാളം അവിടെ കാവൽ നിൽക്കും. ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഈ മേളിൽ താമസിക്കുന്ന ആളാ, എന്റെ സാധനങ്ങൾ, എന്റെ ഫ്രിഡ്ജിലൊക്കെ മീറ്റും അതും ഇതും ഒക്കെ ഇരിപ്പുണ്ട്, ഫ്രീസറിൽ, അതൊക്കെ എനിക്ക് എടുക്കണം. ഇല്ല ഇല്ല, ഇവിടുത്തെ എല്ലാവരും കാലിയായി പോയി, ഇനിയിപ്പോ ഒന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്റെ സാധനങ്ങളുണ്ട്, എനിക്ക് കയറി എന്റെ സർട്ടിഫിക്കറ്റ് കാര്യം എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ ടോർച്ച് അടിച്ചോണ്ട് സ്റ്റെപ്പ്, ഈ 6 നില സ്റ്റെപ്പ് കയറണം. അയാൾ ഒന്നാമത് അടിച്ചൊരു മനുഷ്യൻ, അയാൾക്ക് ലിഫ്റ്റ് ഇല്ല, കാരണം കറണ്ട് ഇല്ല. അയാൾ സ്റ്റെപ്പ് കയറി, ഞാൻ പറഞ്ഞു വരുന്ന ഒരു അത്ഭുതത്തിന്റെ കാര്യം പറയാതെ, ലിഫ്റ്റ് കയറി ഈ മുകളില് വന്നിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് താഴെ ചെന്നപ്പം ഈ ബിൽഡിങ്ങിന്റെ 16 ബിൽഡിങ്, അതിന്റെ ഒരു മാനേജർ അവിടെ നിൽപ്പുണ്ട്. ആ മാനേജർ എന്നോട് ചോദിച്ചു, നീ എവിടെയായിരുന്നു? അറബിയിൽ ഇങ്ങനെ ചോദിച്ചു, നീ ഇത്ര നേരം എവിടെയായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ചോദിച്ചപ്പോ, നീ ഇപ്പൊ എവിടെ പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പെങ്ങൾ ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇല്ല, അറബി പറഞ്ഞു, പെങ്ങളും ഒന്നുമല്ല, നിനക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ പോയി താമസിക്കാം. എന്നോട് പറയാ, ഇഷ്ടമുള്ള ഹോട്ടലിൽ പോയി, ഇവിടുത്തെ എല്ലാവരെയും ഞങ്ങൾ ഇവിടുത്തെ ഹോട്ടലുകളിലാക്കിയിട്ടുണ്ട്, നിന്റെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് 3 പേര്. മൂത്ത മോളപ്പം നാട്ടിൽ പഠിക്കുക, കോയമ്പത്തൂർ പഠിക്കുക. ഇവിടെ വിസിറ്റിൽ താമസിക്കുന്ന ഒരു 2 കുടുംബമുണ്ട്. ഞാൻ പറയുന്ന ഷെയറിങ്ങിന്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്റെ വൈഫിനോട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനും ഭാര്യയെ വിസിറ്റ് ഭാര്യയെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പാർപ്പിച്ചതാ. ചുരുക്കം അത് എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു, മൊത്തം ഞങ്ങൾ 5 മെമ്പേഴ്സ് ഉണ്ട്. 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിനക്ക് 3 റൂമും 3 ബാത്റൂമും വേണം, ചെറുതൊന്നും എടുക്കണ്ട, വേഗം പോയി എടുത്തോ, കംപ്ലീറ്റ് പേയ്മെന്റ് ഷെയ്ക്ക് അടയ്ക്കുന്നു എന്നോട് പറയാം. ദേവാസനെ ആ ഫ്ലാറ്റിൽ പോയി രാത്രി താമസം തുടങ്ങി. ഒരാഴ്ച അവിടെ കിടന്ന് എന്റെ മോള് വെള്ളച്ചാതി ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പരുവത്തിലായി. തണുപ്പ്, ഹോട്ടലിലെ ജീവിതം മടുത്തിട്ട്. അപ്പൊ അതാ പറഞ്ഞത്, നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ആ മനസ്സിന്റെ യഥാർത്ഥ അനുഭവങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മൾ വിചാരിക്കും ഉള്ള കടപ്പാടും കൂടെ കത്തിപ്പോയല്ലോ എന്നും പറഞ്ഞ് പരാതിയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പം ദൈവം പറഞ്ഞു, എടാ നീ ഒന്ന് സമാധാനപ്പെട്, നീ അടുത്ത നിമിഷം ഞാൻ എന്താന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്ന നീ ഒന്ന് കാണ്. ഒറ്റയാഴ്ച സുഭിക്ഷമായിട്ട് ആ ഹോട്ടലിൽ കിടന്നു. അവിടെ തന്നെ കിച്ചൺ ഉണ്ട്, നമുക്ക് കുക്ക് ചെയ്ത് വേണേൽ കഴിക്കാം, എന്തെല്ലാം ഫെസിലിറ്റികൾ. ഞാൻ പറഞ്ഞത്, ദൈവം ആർക്കും കിടക്കാനല്ല, ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ ഉറപ്പിക്കും. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതായത് നമ്മള് എന്താ പറയുന്നത്, നമ്മൾ നന്മ ചെയ്യണം. നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ മടുത്തു പോകരുത്. അതാ ഞാൻ പറയാൻ പറ്റുന്നത്. പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തളർന്നു പോവുകയോ മടുത്തു പോവുകയോ ചെയ്യാൻ പാടില്ല. ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ട്.
അതിന് ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ കല്യാണം ഇവിടെ വെച്ചാൽ നടന്നത്. എനിക്ക് മൂത്ത കുട്ടി ഉണ്ടായതിനു ശേഷമാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പം എനിക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു. ഞാനപ്പോൾ ഇവിടെ വെച്ച് ലൈസൻസ് എടുത്ത് നാട്ടിൽ പോയി ഡ്രൈവിംഗ് ലൈസൻസ് ചേഞ്ച് ചെയ്ത മനുഷ്യനാണ്. അപ്പൊ എനിക്ക് അങ്ങനെ വണ്ടി ഓടിക്കാനൊന്നും വലിയ പ്രാക്ടീസ് ഇല്ല. ഇത് വേറൊരു അനുഭവം. ഞാൻ അങ്ങനെ എൻ്റെ വൈഫിന്റെ വീട്ടില് ഞങ്ങൾ പോവാ. ഞാൻ എൻ്റെ വൈഫ് ഹൗസ് ഞാൻ കണ്ടിട്ടില്ല. വൈഫ് ഹൗസിൽ പോകുന്നത് കുട്ടിയുമായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വൈഫ് ഹൗസ് കാണാൻ പോകുന്നത്. അപ്പൊ ഇവരുടെ മണ്ണാർക്കുളഞ്ഞി എന്ന് പറയും, മൈലപ്പുറ കഴിഞ്ഞ് മണ്ണാർക്കുളഞ്ഞി രണ്ടാം കല്ലും കഴിഞ്ഞ് വലിയൊരു കയറ്റത്താണ് ഇവരുടെ വീട്. ഭയങ്കര മഴ. എൻ്റെ മമ്മി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ രാത്രി, അന്ന് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഇറങ്ങുന്ന സമയമായ ഞാൻ എന്താ മാനുവൽ വണ്ടി, ഈ വണ്ടിയുമായിട്ട് ഞാൻ ഈ കയറ്റം കയറിയ ദേവദാസിനെ, ഞാൻ പറഞ്ഞില്ല എനിക്ക് വലിയ പ്രാക്ടീസോ കാര്യമൊന്നുമില്ല. ഗൾഫിൽ വണ്ടി ഓടിച്ചുള്ള പരിചയത്തില് നാട്ടിൽ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഒരു സാഹചര്യം. ആ സാഹചര്യത്തില് ഞാൻ ഈ കയറ്റം അങ്ങോട്ട് കയറി അവരുടെ വീടിന്റെ സൈഡ് ആയപ്പോഴത്തേക്കും വലിയ മഴ പെയ്തിട്ട് ഈ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഫുള്ളി മലയിൽ നിന്ന് വെള്ളം മുഴുവൻ താഴോട്ട് വരിക. ഞാൻ എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അത്രമാത്രം ഇറക്കത്തിലോട്ട് പോകുക. ഇറക്കത്തില്ല, ബ്രേക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഈ വണ്ടി തെന്നി വരും. ഇപ്പുറത്ത് വലിയൊരു തോടും ഒക്കെ. ഏത് സമയവും ഞങ്ങൾ വെള്ളത്തിൽ അല്ല ഈ കുഴി പോകും. ഞാൻ എൻ്റെ ഭാര്യയും പിന്നെ മോളെയും വീട്ടിൽ ഇറക്കി എൻ്റെ മമ്മിയോടും പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇതിനകത്ത് ഇരിക്കുക, പതുക്കെ തെന്നി താഴോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് വലിയൊരു അപകടകരമായ സിറ്റുവേഷനാണ്. ഇടയ്ക്കിടയ്ക്ക് കൊള്ളിയാനും പിന്നുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ. പക്ഷെങ്കിൽ ഈ സാഹചര്യത്തിൽ സംഭവിച്ചത് മേളിൽ നിന്നൊരു വണ്ടി താഴോട്ട് ഇറങ്ങി വന്നു. എൻ്റെ ഈ സാഹചര്യം കണ്ടുകൊണ്ട് അദ്ദേഹം നിർത്തിയിട്ട്, അപ്പൊ ഞാനിങ്ങനെ ബ്രേക്ക് ചവിട്ടി പിടിച്ച് നിൽക്കുക. ഒന്ന് കുലുങ്ങുന്നുണ്ട് വണ്ടി ഇങ്ങനെ താഴോട്ട് പോവാ. എന്ത് ചെയ്തും റേസ് ചെയ്താലെ ക്ലച്ച് കിടന്ന് കത്തുന്നതല്ല, വണ്ടി മുമ്പോട്ട് പോകുന്നില്ല. അപ്പൊ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു അടയോ കല്ലോ ഏതാണ്ട് അട വെച്ചിട്ട് ഇദ്ദേഹം വന്നിട്ട് വണ്ടിക്കകത്ത് കയറിയിരുന്നു പറഞ്ഞു, ഈ റോഡില് എത്ര പ്രാക്ടീസ് ഉള്ള ഒരു വണ്ടി ഓടിച്ചാലും ഇത് സംഭവിക്കും, പ്രത്യേകിച്ച് മഴയത്ത്. അതുകൊണ്ട് നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുക. അപ്പൊ എന്റെ വൈഫിനെ കണ്ട് സംസാരിക്കുന്നത് കണ്ട്, വൈഫിന് പരിചയമുള്ള ആളാണ്, അവരുടെ നാട്ടുകാരാണല്ലോ. ഈ വണ്ടി അദ്ദേഹം എടുത്തിട്ട് വൈഫിന്റെ വീടിനകത്ത് കൊണ്ട് ഇട്ട് കണ്ടിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, നമ്മള് എന്താ പറയുന്നത്, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ തിരിച്ച് നാട്ടിൽ നിന്ന് കയറി വന്ന എൻ്റെ ഫാദറിൻ്റെ വീട് ഉണ്ട്. ആ ഫാദറിനോട് പറഞ്ഞു, ഇതുപോലെ നാട്ടിൽ വെച്ച് നിങ്ങളുടെ വീട് കാണാൻ ആദ്യമായിട്ട് പോയ സമയത്ത് ഇങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായി, മരിച്ചു പോകേണ്ടതായിരുന്ന അവസ്ഥയായിരുന്നു, ദൈവം വിടുവിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പം വൈഫിനോട് പിന്നെ ഫാദറിനെ ചോദിച്ചിട്ട് ആരായിരുന്നു ചോദിച്ചപ്പം പറഞ്ഞു ഇന്ന ആളായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അതിന്റെ പിന്നിൽ എൻ്റെ ഫാദറിലോ ഇറാഖിലായിരുന്ന സമയത്ത് അദ്ദേഹം നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കത്ത് ചെല്ലുകയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല എന്നൊക്കെ പറഞ്ഞ് കത്ത് വന്നപ്പം ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ മുസ്ലിം ഫാമിലിക്ക് എൻ്റെ ഫാദറിലോ പൈസ അയച്ചു കൊടുത്തു. നീ പോയി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്ക, നീ ഒരു ലൈസൻസ് ഒക്കെ എടുത്ത് നിനക്കൊരു നല്ല കാലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അന്ന് പൈസ അയച്ചു കൊടുത്തിട്ട് ആ വ്യക്തിയാണ് ഈ ഒരു അപകടഘട്ടത്തിൽ എന്നെ രക്ഷിച്ചത്. അപ്പൊ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ, നമ്മള് ഇപ്പൊ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നതിന് മുമ്പേ ദൈവം ആടിനെ അവിടെ ഒരുക്കി ഇല്ലേ? ആഗാറിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു, ഓൾറെഡി അവിടെ ഒരു നദി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കയ്പുള്ള സമയത്ത് അവിടെ ആ മരം ഉണ്ട്. പക്ഷെങ്കില് തക്ക സമയത്ത് ആ ദൈവം ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നെ. അന്ന് ഞാൻ മനസ്സിലാക്കി, ജാതിപത ഭേദമന്യേ നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ വളരെ സഹായിക്കണം. ഇതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. എങ്ങനെയാ കിട്ടുന്നത്? ഇങ്ങനെയുള്ള വഴികളിലൂടെ ദൈവം നമുക്ക് തരും. ഞാനന്ന് ഓർക്കുകയാണ്, തീർച്ചയായിട്ടും ആ മനുഷ്യൻ ആ കോരി ചൊരുന്ന മഴയത്ത് എൻ്റെ വൈഫിനെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവിടെ ഇറങ്ങിയത്. എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു പ്രശ്നത്തിൽ ഇറങ്ങി വന്നത്? തീർച്ചയായിട്ടും അയാൾക്ക് എങ്ങനെങ്കിലും ഈ ഒരു കടം ഒന്ന് തീർക്കണം എന്നുള്ളൊരു മനസ്സിലുള്ള ഭാരം. അദ്ദേഹം നമ്മളോട് പറഞ്ഞില്ല, പിന്നീട് എൻ്റെ ഫാദറിലോ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. എന്ന് പറഞ്ഞ പോലെ നമ്മള് ഒരു കാലത്ത് നല്ല രീതിയിലാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നിട്ടുള്ളത്. പിന്നത്തെ ദൈവം നമ്മളെ ആ തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആദിവാസിനെ കോവിഡിന്റെ സമയത്താണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്. കോവിഡിന്റെ സമയത്ത് എൻ്റെ രണ്ടാമത്തെ വാക്സിനേഷൻ എടുത്ത സമയത്ത്, അതായത് 2021 മാർച്ച് മാസം 5-ാം തീയതി രണ്ടാമത്തെ വാക്സിനേഷൻ മാർച്ച് 1-ാം തീയതിയാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായ ബാക്ക് പെയിൻ ഉണ്ടായി. എൻ്റെ പുറത്ത് ഭയങ്കര വേദന, ഒരു രീതിയിലും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളോട് രണ്ടുപേരുണ്ട്. ആ സമയത്ത് വിക്സ് ഒക്കെ തേച്ച് എൻ്റെ ഭാര്യയും തിരുമ്മി ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷെങ്കിൽ 5-ാം തീയതി രാവിലെ എൻ്റെ ഇളയ മകൾ എന്നോടൊരു ആവശ്യം പറഞ്ഞു, അവൾക്ക് സൈക്കിൾ കയറ്റം പഠിക്കണം എന്ന് പറഞ്ഞു. സൈക്കിൾ കയറ്റം പഠിക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച്
അതിന് തലേദിവസം ആഴ്ച ഞാനൊരു സൈക്കിളൊക്കെ മേടിച്ച് വെച്ചിരിക്കും ഇവിടെ ആഗ്രഹം സാധിപ്പിക്കും, വെള്ളിയാഴ്ച ആയിക്കോട്ടെ എന്ന് കൊണ്ട്. അന്ന് വെള്ളിയാഴ്ച രാവിലെ 8:30 ഞാൻ ഈ സൈക്കിളുമായിട്ട് ഈ കൊച്ചിനെയും കൊണ്ട് ഈ വേദനയും വെച്ചുകൊണ്ട് ഞാൻ താഴെ പോയി പെട്ടെന്ന് തന്നെ അവള് സൈക്കിൾ കയറ്റം പഠിച്ചു. ഞാൻ വിചാരിക്കുന്നു അവള് സൈക്കിൾ കയറ്റം പഠിക്കാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആ സൈക്കിൾ കയറ്റം പഠിപ്പിച്ച് ആ പാർക്കില് വെച്ച് ഞാൻ എന്നേക്കുമായിട്ട് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയത്. പക്ഷെ തക്ക സമയത്ത് അവള് സൈക്കിൾ കയറ്റം പഠിച്ചത് കൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ പുറകെ നടക്കുക. പക്ഷെ അന്നേരത്തേക്ക് എനിക്ക് എന്റെ കണ്ണിൽ ഇരുട്ട് കയറി, എനിക്ക് സിവിയർ പെയിൻ ആയി, എനിക്ക് തല കറങ്ങുന്നു, എന്തെല്ലാം പ്രശ്നം. ഞാൻ മോളോട് പറഞ്ഞു, മോളെ എനിക്ക് നമുക്ക് വീട്ടിൽ പോകാം, അപ്പയ്ക്കൊരു എന്തോ ഒരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. അവള് പെട്ടെന്ന് എൻ്റെ കൂടെ വന്നു. ആ റോഡ് ക്രോസ് ചെയ്ത് ആ സൈക്കിളുമായിട്ട് ലിഫ്റ്റേല് തള്ളി പിടിച്ച് കയറി ഒരു തരത്തിൽ വീട്ടിൽ വന്ന് ഞാൻ വൈഫിന്റെ അടുക്ക വിളിച്ചു പറഞ്ഞു, നമുക്ക് എങ്ങനെയും ഹോസ്പിറ്റലിൽ പോകാം, എനിക്ക് എന്തോ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഒരിക്കലും പറയുന്ന ആളല്ല, എല്ലാം ഒരു നിമിത്തമാണ്. ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന് എപ്പോഴായാലും നമ്മൾ മരിക്കും, പക്ഷെങ്കില് ദൈവം വച്ചിരിക്കുന്ന ഒരു സമയത്തെ നമുക്ക് മരിക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. പിശാച് അതിന്റെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും ദൈവമാണ് ഒരു മനുഷ്യനെ ആയുസ്സോടെ നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ ജീവനെ എടുക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതാ ഞാൻ ഈ പറഞ്ഞു വരാനായിട്ട് പോകുന്നത്. ദേവദാസനെ എന്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, ഞാൻ ഈ വീട്ടിൽ കയറി വന്നു. ഈ വീട്ടിൽ കയറി വന്ന വൈഫും ഞാനും കൂടെ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് എന്റെ വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, ഫാർമസിയിൽ അവൾ വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലോട്ട് കിടന്നു. ഈ യജമാനിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് വേറൊരു സാക്ഷ്യമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചാ ഞങ്ങൾ പറഞ്ഞു ഒരു പ്രൈവറ്റ് ഫാർമസി ഞങ്ങൾക്ക് ജോലി വേണ്ട, ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ജോലി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ഫുജറയിൽ ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അവിടെ 400 പേർ ഇന്റർവ്യൂവിന് വന്നതിൽ ഒരാളെ സെലക്ട് ചെയ്തത് ഇവളെയാ സെലക്ട് ചെയ്തത്. അങ്ങനെ കിട്ടിയ ജോലിയാ. തലേദിവസമായിട്ട് ഞാനും എന്റെ പാസ്റ്റർ ജോൺസൺ പാസ്റ്റർ എന്ന് പറയും, ഞങ്ങൾക്ക് അന്നൊരു പാസ്റ്റർ ഉണ്ട് ഇവിടെ, ജെയ്സ് പാസ്റ്റർ കൂടാതെ വേറൊരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം കൂടെ രാത്രിയില് ആ ഹോസ്പിറ്റലിന് വെളിയിൽ പോയി കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ ഇത്രയും യാത്ര ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇവിടെ ഒരു ജോലി തന്നേ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൈ കോർത്ത് വിട്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഇന്റർവ്യൂ നടന്ന് അവളെ അത്ഭുതകരമായിട്ട് അവിടെ സെലക്ട് ചെയ്തു. ഇന്ന് വരെ അവൾ അവിടെ വർക്ക് ചെയ്യുന്നു. ആ ഒരു ഹോസ്പിറ്റലിലോട്ട് തന്നെയായി പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പഴയ സ്റ്റാഫ് ആയതുകൊണ്ട് നമുക്ക് ആ പരിഗണന കിട്ടും. ഞാൻ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഇപ്പം വലിയ പെയിൻ ഒന്നും തോന്നുന്നില്ല, പോയേക്കാന്ന് പറഞ്ഞു. 2 കാരണമുണ്ട്. ഒന്നാമത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറിയാൽ ഭയങ്കര ബില്ല. എന്റെ വൈഫിന് അന്നേരം 7-8 മാസത്തെ സാലറി കിട്ടാനുണ്ട്. ഇച്ചിരി ഫൈനാൻഷ്യലി ഞങ്ങൾ ടൈറ്റാ. അപ്പം നമ്മൾ അതുകൂടൊക്കെ ഓർത്തിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോക്ക് വേണ്ടാന്ന് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെളിയിലോട്ട് വൈഫ് പറഞ്ഞില്ല, കയറിയേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ചുറ്റി ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്, ഒരു വലിയ ഏരിയ. അതിങ്ങനെ ഹോസ്പിറ്റലിന്റെ ഏരിയ അല്ല, റോഡുള്ളത് 7-8 കിലോമീറ്റർ. അങ്ങനെ ഞാൻ ചുറ്റി അടിച്ച് ഞാന് രണ്ടാമത് വന്നിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇപ്പൊ ഒരു നിയോഗം തോന്നില്ല, പോകാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഗ്യാസിന്റെ ആയിരിക്കുന്ന ഫ്രൈഡേ, അതുകൊണ്ട് ചിലപ്പോൾ ഫാസ്റ്റിംഗ് ആയതുകൊണ്ടായിരിക്കും, നമുക്ക് എന്തെങ്കിലും മേടിച്ച് കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് 2ാമത്തെ ട്രിപ്പ് ഞാൻ പോയി ഒരു സോഡ ഒക്കെ മേടിച്ച് കുടിച്ചു. ഒരു ചെറിയ ബ്രെഡിന്റെ പീസും ഒക്കെ കഴിച്ച് ഞാനിങ്ങനെ 2ാമത് വന്നിട്ട് ഞാൻ എന്റെ വൈഫിനോട് പറയാണ്, ഇതിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് 3ാമത്തെ റൗണ്ട് ഞാൻ അടിച്ച് വന്നിച്ച് 3ാമത്തെ റൗണ്ട് കയറാതെ വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ എന്റെ വൈഫ് പറഞ്ഞു, ദിവസം ഞാനൊരു കാര്യം പറയാം, എനിക്ക് അറ്റാക്ക് വന്നത് 3 ദിവസം മുമ്പാണ്. ഞാൻ മരിച്ചുകൊണ്ടിരിക്കും, ഡോക്ടേഴ്സ് പറഞ്ഞതാ. ഞാൻ ഓൾറെഡി പകുതി എന്റെ ജീവൻ പോയി. ഈ സമയങ്ങളിൽ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും എനിക്കില്ല, സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ബോധത്തിലല്ല ഇത് പറയുന്നത്. എന്റെ വൈഫ് നിർബന്ധം പറഞ്ഞു, ഈ 3ാമത്തെ റൗണ്ട് വന്നപ്പോ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതിനകത്ത് കയറിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എമർജൻസി കൊണ്ട് ഞാൻ വണ്ടി ഇട്ടു. വണ്ടി ഇട്ടതിന് ശേഷം ഞാൻ വണ്ടി പാർക്കിംഗ് കറക്റ്റ് ആണോ എന്നൊക്കെ എഴുന്നേറ്റ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്റ്റെപ്പ് കയറിയത് ഓർമ്മയുണ്ട്. പിന്നീട് ഞാൻ അറിയുന്നത് എന്റെ വൈറ്റൽസ് ഒക്കെ എടുത്തു, ബി നോക്കി, ഹൈറ്റ് ഒക്കെ നോക്കുമല്ലോ, വെയിറ്റ് ഒക്കെ നോക്കുമല്ലോ. ആ സമയത്ത് ഞാൻ കൊളാപ്സ് ആയി കുഴഞ്ഞു വീണു. ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, ഓൺ ദ സ്പോട്ടിൽ തന്നെ. എന്റെ ബോഡി സ്റ്റിഫായി. എന്റെ ECG അന്നേരം കുറെ പേര് എന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ECG കാര്യങ്ങളൊക്കെ എടുത്തു. എന്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഞാൻ മരിച്ചതായിട്ടാണ് എന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതാണ് ഹോസ്പിറ്റലുകാർ തന്നെ ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരണമെങ്കിൽ, അത് പെന്തക്കോസ്തുകാർ എഴുതിയതല്ല, ഇവിടുത്തെ വിശ്വാസം എഴുതിയ വാചകങ്ങളാണ്. ദൈവത്തിന് മാത്രമേ കഴിയൂന്ന് അവർ ആദ്യത്തെ ലൈൻ എഴുതിയ. പിന്നീടാണ് മെഡിക്കൽ സയൻസിന്റെ വിജയമൊക്കെ അവർ താഴോട്ട് എഴുതിയിരിക്കുന്നത്. ഇയാള് കൊളാപ്സ് ചെയ്തു, ഇയാൾ അഥവാ ജീവനിലോട്ട് മടങ്ങി വന്നാൽ തന്നെ ഇദ്ദേഹത്തിന് ഓർമ്മ കാണത്തില്ല, മെമ്മറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ ദൈവം എനിക്ക് ആരോഗ്യം തന്നു. ഞാൻ അതിലോട്ട് കിടക്കാൻ ഞാൻ അങ്ങനെ കയറി കിടന്നു. അന്ന് ACLS കോഴ്സ് കഴിഞ്ഞ 4 നഴ്സസ്, ഫ്രൈഡേയിൽ അങ്ങനെ ഒരിക്കലും നഴ്സുമാർ അവിടെ ഉണ്ടാവുന്നതല്ല.
ഈ കാർഡിയാക്കിന്റെ ട്രെയിനിങ് കഴിഞ്ഞ 4 നഴ്സസ് ഭാഗ്യവശാൽ അന്ന് ഹോസ്പിറ്റലുണ്ട്. ഡോക്ടർ എമർജൻസിയിലുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഒന്നും ആരും കാണത്തില്ല, കാരണം ഇവരുടെ പ്രാർത്ഥനാ ദിവസം അത്, പ്രധാനപ്പെട്ട ആരും കാണത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം, എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെന്നു. ദേവസ്വം എന്നെ അവിടെ കൊണ്ട് കിടത്തി. ഞാൻ മരിച്ചു എന്ന് തിട്ടപ്പെടുത്തിയ സമയത്ത് ഇവരെല്ലാം വന്നു, എനിക്ക് CPR തന്നു. 15 തവണ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട്, ഹാർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ലായിരുന്നു. കാർഡിയോളജിനെയൊക്കെ വിളിച്ചു വരുത്തി അവരെ 15 മിനിറ്റോളം അവര് ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ അവരെനിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നു. രണ്ടാമത്തെ ഷോക്ക് ട്രീറ്റ്മെന്റില് എന്റെ ലൈഫ്, എനിക്ക് മരിച്ചു ഉണ്ടായപ്പോൾ ഉള്ള സംഭവമാണ് ഞാനത് പറയാം. എന്റെ ലൈഫിലേക്ക് ഞാൻ തിരിച്ചു വന്നു. അന്നേരം എനിക്കൊരു ഓർമ്മ ചെറുതായിട്ട് എനിക്ക് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ കണ്ണു തുറക്കുന്നത് രാവിലെ 9 മണിക്ക് പോയ ഞാൻ കണ്ണു തുറക്കുന്നത് വൈകിട്ട് 3 മണി. ഇടയ്ക്കുണ്ടായ സംഭവങ്ങളൊക്കെ, എനിക്കുണ്ടായ അനുഭവങ്ങൾ വേറെയാണ്. അതായത് ഞാൻ ഈ മരിച്ചു എന്ന് അവരെ പറയുന്ന ആ സമയത്ത് എന്റെ ആത്മാവാണോ എന്റെ ശരീരമാണോ എനിക്കറിയത്തില്ല, ഞാൻ ഉയരത്തിലേക്ക് പൊങ്ങിപ്പോകുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. പൊങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടായത് കൂടാതെ എന്നെ ബലമായിട്ട് ഒരാൾ എന്റെ പുറകെ പിടിച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. ഇന്ന് ഞാനതൊക്കെ ഓർക്കുമ്പോൾ അത് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടോണ്ടാണ് സംസാരിക്കുന്നത്. എനിക്കത് പറയുമ്പോൾ തന്നെ എന്റെ ദേഹം പെരുക്കും. എന്റെ 2 കൈയും ഇത് ഷോൾഡറിന്റെ അവിടെ ഒരാൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ടാ പോകുന്നത്. ആ ആളിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ തേജസ് കാരണം ആ പരിസരം മുഴുവൻ നല്ല വെട്ടമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ പൊങ്ങിപ്പോയി ഒത്തിരി ദൂരെ ചെന്ന സമയത്ത് എനിക്കറിയത്തില്ലല്ലോ ഞാൻ മരിച്ചെന്ന്. ഞാൻ മരിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല. അതാണ് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ മരണത്തിലാണെന്നുള്ള ഇത്, അവൻ ഒരു ഉറങ്ങുന്ന അവസ്ഥ. അതാണ് അതിന്റെ സത്യം. കർത്താവ് തന്നെ പറയുന്നില്ല, അവർ ഉറങ്ങുക എത്ര എന്ന് പറയുന്ന പോലെ നമ്മുടെ അവസ്ഥ. എന്നാൽ എന്റെ ആത്മാവാണ് മുകളിലോട്ട് പോയെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ചെന്നിട്ട് ഈ ആളിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോകാൻ ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം മറുപടി തന്നില്ല. രണ്ടാമത് ഞാൻ ചോദിച്ചു, ഞാൻ മരിച്ചോ ചോദിച്ചതിന് മറുപടിയായിട്ട് അദ്ദേഹം, ഒത്തിരി ദൂരം ഞാൻ പോയിരുന്നു, പക്ഷെ ആ ഭൂമി ഇങ്ങനെ സൂം ചെയ്ത് എന്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഒരു വെള്ള പതിപ്പിച്ച ഒരു മനുഷ്യനെ അവിടെ കിടത്തിയിരിക്കുന്നത് കണ്ടു. ആ കിടത്തിയിരിക്കുന്ന ആൾ ആരാന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഏത് ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഇന്നും അറിവില്ല. പക്ഷെങ്കിൽ ആ ആള് പറഞ്ഞു, നീ ആളിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ ആളിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് കിടക്കുന്നത്. ഒരിക്കലും ഹോസ്പിറ്റലിൽ കിടന്നതല്ല ഞാൻ കണ്ടത്. എന്നെ കുറെ ആൾക്കാർ കൂടി അടക്കാനായിട്ട് കല്ലറയിലോട്ട് കൊണ്ടുവന്ന രംഗമാണ് ഞാൻ കണ്ടത്. ഇതെന്തുകൊണ്ട് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പോയ ആ ടൈം സോണിന്റെ പ്രത്യേകതയാണെന്ന് പിന്നീട് എനിക്ക് ദൈവാത്മ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഭൂമിയിലെ കാര്യങ്ങൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് കാണുന്ന ഏത് ഒരു ടൈം സോണിലായിരുന്നു ഞാൻ അന്നേരം. അതുകൊണ്ടായിരിക്കും അത് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല. എന്റെ ഫീൽഡ് അക്കൗണ്ട്സാ, ഞാൻ സയൻസുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ഞാൻ കണ്ട അനുഭവം അതാണ്. എന്തായാലും ഇവിടെ എന്റെ ഭാര്യ ഉടനെ എന്റെ പാസ്റ്ററെ വിളിച്ചു. തലേദിവസം പകല് ഹൈദരാബാദിലുള്ള ഒരു ദേവദാസി എന്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി നാളെ ഞങ്ങൾ ഉപവസിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രാർത്ഥന വിഷയം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ എന്റെ വൈഫ് പറഞ്ഞു, കുറച്ച് ശമ്പളം കിട്ടാനുണ്ട് ദേവദാസി, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാട്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ സംഭവം അവര് നേരിൽ കണ്ട്, ഇവിടുന്ന് ഒരു ആ ദേവദാസിയെ വിളിച്ചിട്ട് ഭർത്താവ് ഇങ്ങനെ അറ്റാക്കായി ഹോസ്പിറ്റലിലാണെന്ന് പറയുന്ന രംഗം അവര് ദർശനത്തിൽ കണ്ട്, അവര് 20 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് അവരുടെ പ്രേയർ സെന്ററിലുള്ള പല ഫാമിലിയെ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന 5 ഫാമിലിയെ തെരഞ്ഞെടുത്തതിൽ ഒരു ഫാമിലിയായിരുന്നു ഞാൻ. തലേദിവസം നോക്കണം ദൈവത്തിന്റെ ആ ക്രമീകരണം. അതായത് യഹോവയായ ദൈവം തന്റെ ഭക്തന്മാരോട് അരുളി ചെയ്താൽ ഒരു കാര്യം ചെയ്യത്തില്ലെന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. തലേ ദിവസം പിറ്റേ ദിവസം ഈ സംഭവം നടക്കുമ്പോൾ അവരെനിക്ക് വേണ്ടി ഗ്രൂപ്പായിട്ടിരുന്ന് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുക. അനിൽ പാസ്റ്റർ എന്നും ഹണി സിസ്റ്റർ എന്നും പറയും. അവരിന്ന് ഹൈദരാബാദുണ്ട്. അപ്പൊ അവരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് സംഭവിച്ചത്. എന്റെ വൈഫ് അവരെ വിളിച്ചു പറയുമ്പോൾ വൈഫിനോട് പറഞ്ഞു, ഈ ഒരു വിഷയമാണ് ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചത്, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടോ, ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. നിങ്ങളത് പറഞ്ഞില്ലെങ്കിലും ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ദൈവം ആയുസ്സിനെ മടക്കിത്തരും, നിങ്ങൾ ഭയപ്പെടേണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്ന്. അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞവരെല്ലാം പറഞ്ഞു. കോവിഡ് സമയമായിട്ട് പലരും അവിടെ വന്നു, ഹോസ്പിറ്റലിൽ വന്നു, ചർച്ച് മെമ്പേഴ്സ് എല്ലാം വന്നു, എല്ലാവരും മലമുറയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഭാര്യ വിധവയായി പോകും ചെറുപ്പത്തില്, അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, അവർ അനാഥമായി തീരും. ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പം ആ കണ്ണുനീരിനെ കണ്ട് തീർച്ചയായിട്ടും കർത്താവിന്റെ ആയുസ്സിനെ മടക്കി തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എന്റെ ആത്മാവിന്റെ ശരീരത്തിൽ തിരിച്ചു വന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. എന്നെ ആ ഹോസ്പിറ്റലുകാരുടെ
എനിക്ക് മേജർ 2 ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ ഹോസ്പിറ്റലുകാര് ഇവിടുത്തെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിളിച്ചു. അവരാരും എടുത്തില്ല, കാരണം മരിച്ചുപോയ കേസ് എടുക്കാൻ റിസ്ക് ആണെന്ന് പറഞ്ഞു. അങ്ങനെ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അന്ന് ഫ്രൈഡേ ആണ്. ഭാഗ്യവശാൽ അവിടെ സ്റ്റെന്റ് ഇടുന്ന ഒരു സർജൻ ഉണ്ടായിരുന്നു. എന്റെ പെങ്ങളുടെ മഹാപ്രയത്നം കൊണ്ട് ആ ഹോസ്പിറ്റലിൽ ആരും പറഞ്ഞെടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഒന്നാമത് കോവിഡ് ആണ്, രണ്ടാമത് ഇതൊരു സീരിയസ് കേസ് ആണ്, ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഭാഗ്യവശാൽ എന്നെ ആംബുലൻസിൽ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ സംസാരിച്ചെന്ന് എൻ്റെ ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. പക്ഷെങ്കിൽ ഞാൻ 3 മണിക്കാണ് കണ്ണു തുറന്നത്. ഞാൻ എൻ്റെ മേജർ 2 സ്റ്റെന്റ് ഉണ്ടായിരുന്നു. ഒരു സ്റ്റെന്റ് അവർ ക്ലിയർ ആയിട്ടിട്ടു. രണ്ടാമത്തെ സ്റ്റെന്റ് ഇടാൻ അവിടെ സ്റ്റെന്റ് ഇല്ലായിരുന്നു, ബാക്കി ബാലൻസ് ആയിരുന്നു. മരുന്നിൽ അത് ക്ലിയർ ആവുമെന്ന് പറഞ്ഞ് എന്നെ തിരിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വീണ്ടും ചെയ്തു. അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസത്തോളം അവിടെ ഐസിയുവിൽ കിടന്നു. യാതൊരു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൂടാതെ ഞാൻ ഡിസ്ചാർജായി പുറത്തു വരടെയായി. ഞാൻ ഈ എന്റെ മയക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന സമയത്ത് എനിക്കുണ്ടായ സ്വർഗീയ ദർശനങ്ങളെ കുറിച്ച് എന്റെ വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഐസിയുവിൽ പലർക്കും പ്രവേശനം ഉള്ളത് കൊണ്ട് ഞാൻ അവരോടൊക്കെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നു. പല ജാതിക്കാരും മതക്കാരോട് പറഞ്ഞു, നമ്മൾ മരിക്കത്തില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ അവരോടൊക്കെ വിവരിച്ചത് അവർക്കറിയാം. പക്ഷെങ്കില് ഞാൻ എന്റെ ബോധത്തിലോട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ഒരു കാര്യവും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനത് ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ 2 കാര്യങ്ങൾ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. ഒന്ന്, എന്നെ കൊണ്ടുപോയത് യേശുക്രിസ്തുവാണ് അല്ലെങ്കിൽ ദൂതനാണെന്ന് എങ്ങനെ ഞാൻ മനസ്സിലാക്കി? ഞാൻ കഴിഞ്ഞിടയ്ക്ക് ധനവാന്റെയും ലാസറിന്റെയും കഥ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, സംഭവ കഥയാണത്, അത് വായിച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞതാ. വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ എഴുതിയിരിക്കുന്നത്, ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ പറുദീസയിലോട്ട് കൊണ്ടുപോയി. പക്ഷെങ്കിൽ ധനവാൻ മരിച്ചപ്പോൾ ദൂതന്മാർ കൊണ്ടുപോയെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഇതെനിക്കൊരു കൺഫർമേഷൻ. തീർച്ചയായിട്ടും ദൂതന്മാർ വന്ന് ഒരാളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവിക ദൂതന്മാരാണെന്ന് എനിക്ക് ഉറപ്പായി. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, ദൈവം നീതിമാനായ ദൈവമാണ്. ഞാൻ പലരോടും പറഞ്ഞു സ്വർഗമുണ്ട്, കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത് പലരോടും പറഞ്ഞു. പക്ഷെ എന്റെ മെമ്മറി തിരിച്ചു വന്നപ്പം ഞാൻ എന്റെ ഓഫീസിലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വരെ ഇന്നും എനിക്ക് കാണപ്പാടെ ഓർമ്മയുണ്ട്. പക്ഷെ ആ കാര്യം എന്തുകൊണ്ട് ദൈവം എനിക്ക് ഓർമ്മയിൽ തരുന്നില്ല എന്ന് ഞാൻ ദൈവത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം നീതിമാനായതുകൊണ്ട്. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു അനുഭവമൊക്കെ കണ്ടിട്ട് ഞാൻ ഭൂമിയിൽ തിരിച്ചു വന്നാൽ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കും. മറ്റുള്ളവർ ചോദിക്കും, ഇവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത, ഇവനെ കൊണ്ട് സ്വർഗമൊക്കെ കാണിച്ചു വെച്ച് അവൻ തന്നെ ഇപ്പൊ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പം എല്ലാവരും ഭൂമിയിൽ ഒരുപോലെ. അതുകൊണ്ടായിരിക്കും എന്റെ മെമ്മറി കളഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പലരോടും അന്നേരം വിവരിച്ച കാര്യങ്ങൾ പിന്നീട് എനിക്ക് പറയാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ദൂതനുമായിട്ടുള്ള അല്ലെ യേശുക്രിസ്തുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ മുഖം ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു എൻകൗണ്ടർ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇനിയും ദൈവം എനിക്ക് ആയുസ് തന്നെങ്കിലും നീതിയോടും വിശ്വസതയോടും കൂടി ഞാൻ ഇനിയും ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിലേ എനിക്ക് ആ സ്വർഗം അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഞാൻ ഒരിക്കൽ സ്വർഗം കണ്ട വ്യക്തിയാന്ന് പറഞ്ഞ് ഞാൻ പണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന തിന്നുവാനും കുടിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം പോക്കാം. വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ജീവിക്കണം. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം കുറച്ചുകൂടി ഈ സാക്ഷ്യത്തിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം, എന്നാലേ അത് പൂർണ്ണമാകത്തുള്ളൂ. ഞാനങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അടുത്ത മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും മാരകമായ വലിയൊരു ഭീമമായൊരു ബില്ല് എനിക്ക് വന്നു. ഇതെനിക്ക് ഒരു രീതിയിലും അടയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പക്ഷെങ്കിൽ ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇച്ചിരി ലോൺ വേണം, എനിക്ക് ഡിസ്ചാർജ് ആയി പോകേണ്ട അവസ്ഥയുണ്ട്, പൈസ തരണമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞതല്ലോ, അദ്ദേഹം മറുപടി ഓക്കെ എന്ന് മാത്രം മറുപടി ഇട്ടു. ഞാനങ്ങനെ എൻ്റെ ഓഫീസിൽ ഞാൻ രണ്ടാമത് ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു, ഇതിനെന്തോമായ ഒരു ക്രമീകരണം, നീ അങ്ങനെ ഡിസ്ചാർജ് ആയി പുറത്തു വന്നു, ബില്ലൊക്കെ അടച്ചോ ചോദിച്ചു. അതിന് മുമ്പേ എന്റെ വൈഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആശ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി പറഞ്ഞു, ഇവിടെ പലർക്കും ചാരിറ്റിന്ന് പൈസ കിട്ടുന്നുണ്ട്, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഓഫീസിലോട്ട് അവർ കയറ്റിയില്ല. അവർ പറഞ്ഞു ഓൺലൈനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓൺലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ന്യൂസ് കിട്ടി, ഇത് റിജക്റ്റ് ആയി, കാരണം നിങ്ങൾ ഇവിടുത്തെ വിശ്വാസ പ്രമാണത്തിലുള്ള ആളല്ല, നിങ്ങൾ ഇന്ത്യക്കാരനാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഈ ഫണ്ട് നിങ്ങൾക്കുള്ളതല്ല, ഇവിടെ ഉള്ളവർക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് റിജക്റ്റ് ആയി. അത് എൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓഫീസിലോട്ട് ചെന്നത്. ഞാൻ ഓഫീസിൽ ചെന്ന സമയത്ത് ഓഫീസിൽ എന്നെ ഓണർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിലൂടെ ഒരു VIP പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ക്രമീകരണമൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് അങ്ങനെ അങ്ങ് താഴാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, അതാ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, നിങ്ങൾ ലോണൊന്നും തന്നില്ലേലും ദൈവം പ്രവർത്തിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ
ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം അയാൾ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു, എവിടെ കൊടുത്തു? ഞാൻ പറഞ്ഞതുപോലെ ഫുജറ ചാരിറ്റി അസോസിയേഷനിലാണ് കൊടുത്തിരിക്കുന്നത്, എന്തെങ്കിലും റെഫറൻസ് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇനി തന്നേക്കാൻ പറഞ്ഞു. അത് മേടിച്ചുകൊണ്ട് പോയി ദേവദാസനെ. ഞാൻ പറയട്ടെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. മിനിസ്ട്രി ഹോസ്പിറ്റലിലെ ഭീമമായ ബില്ല്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഭീമമായ ബില്ല് ഇവിടുത്തെ ഗവൺമെന്റ് എഴുതിത്തന്നു. ഇന്ന് വരെ നമുക്കറിയത്തില്ല ഇത് എങ്ങനെ സംഭവിച്ചു. അത് എഴുതി തള്ളിയത് കൂടാതെ ഞാൻ ഇത് പോയി അന്വേഷിച്ചു, ഇത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് അന്വേഷിച്ചു. അന്ന് അറിയാനായിട്ട് ഇടയായത്, എന്റെ വൈഫിന് 7-8 മാസത്തെ ശമ്പളം കിട്ടത്തില്ലെന്ന് അവർ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബില്ല് പേ ചെയ്യാനായിട്ട് ഗവൺമെന്റ് അപ്രൂവൽ തന്നെന്ന് മനസ്സിലാക്കും. അപ്പൊ ഞങ്ങൾക്ക്, എന്റെ വൈഫിന് ഈ ശമ്പളം കിട്ടാതിരിക്കും പോലെ ഞങ്ങൾ ഉപവാസം പ്രാർത്ഥനയും തുടങ്ങിയതാ. ഈ ഉപവാസവും പ്രാർത്ഥനയും ദീർഘനാളുകൾ നീണ്ടുപോയി. ദൈവം ശമ്പളം തന്നില്ല. പക്ഷെ ദൈവം എന്തിനാ ഈ ശമ്പളം പിടിച്ചു വെച്ചെന്നറിയാം. ദൈവത്തിനറിയാം. ഞാൻ അടുത്ത കാര്യം കൂടെ പറയുമ്പോൾ അത് മനസ്സിലാവും. ദൈവത്തിനറിയാം ഇവൻ ഇങ്ങനെ പ്രശ്നത്തിലകപ്പെടാൻ പോകുന്നു, ഇവന് ഭീമമായ ഒരു ബില്ല് വരാൻ പോകുന്നു, ഇത് ബില്ല് പേ ചെയ്യണമെങ്കിൽ ഈ ശമ്പളം പിടിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഈ പ്രശ്നം ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ വൈഫിന്റെ ഫാർമസി അജ്മാൻ ഷെയ്ഖിന്റെ ഫാർമസിയാ. ഷാർജ ഷെയ്ഖ് ഇത് ഏറ്റെടുക്കുന്നു. MBC എന്ന് പറഞ്ഞൊരു കമ്പനി ഏറ്റെടുക്കുന്നു. എന്റെ വൈഫിന് കിട്ടാനുള്ള മുഴുവൻ പൈസയും ഒരുമിച്ച് കിട്ടി. കൂടാതെ എല്ലാ മാസവും കൃത്യമായിട്ട് സാലറി കിട്ടിത്തുടങ്ങി. അപ്പൊ നമ്മുടെ ദൈവം എത്ര അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ഇതാ ഞാൻ പറഞ്ഞ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്റെ വൈഫിന് ഇന്ന് വരെ കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നു. നമ്മൾ അന്വേഷിച്ചപ്പോൾ സാലറി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇത് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഒരാഴ്ചയുടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ബില്ല് ഗവൺമെന്റ് ഏറ്റെടുക്കത്തില്ലായിരുന്നു. അവിടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ സംഭവം ശരിയാ, 7-8 മാസത്തെ സാലറി പെൻഡിങ്. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച ദൈവമാണ്. ഈ ഒരു അപകടം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല സിഗ്നലുകളും ദൈവം എനിക്ക് തന്നു. അന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയില് ഞാൻ വായിച്ച വാക്യം എന്താണെന്ന് ചോദിച്ചാൽ സദൃശവാക്യത്തിലെ ഒരു വാക്യമാണ്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാകുന്നില്ല. അതിന്റെ ആത്മീയ അർത്ഥം അത് വേറെയാണെങ്കിലും ദൈവാത്മാവ് എന്നോട് സംസാരിച്ച നിന്റെ ഹൃദയം നീ സൂക്ഷിക്കണമെന്ന് ലിറ്ററലി എന്നോട് സംസാരിച്ചതാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മൂത്ത മകള് ജനിക്കുന്ന സമയത്ത് ഞാനൊരു പാട്ട് എഴുതാനിടയായി. എന്റെ യേശു വരാറായെന്ന് പറഞ്ഞ് ഞാനൊരു പാട്ട് എഴുതിയിരുന്നു. അത് വേറൊരു സംഭവം. ഞാനിങ്ങനെ പാട്ടെഴുതി സമയത്ത് അതിന് 4, 4, 8, അതിന്റെ ആദ്യത്തെ 4 വരി കഴിഞ്ഞാൽ പിന്നെ 8 വരികളേ ഉള്ളൂ. ചെറിയ പാട്ട്. ഇപ്പൊ എന്റെ പെങ്ങളുടെ മകൻ സുജിത്ത് എന്ന് പറയുന്ന, അവൻ ദുബൈയിലുണ്ട്. ദുബൈയിലുള്ള സമയത്ത് അവനൊരു മ്യൂസിക്കുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളെ, ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്കിൾ ഒരു പാട്ട് എഴുതിയല്ലോ, ആ പാട്ട് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് ഈ പാട്ട് ഇമ്മാനുവൽ ഹെൻറി ഇങ്ങനെ വളരെ പ്രസിദ്ധരായ പല ആൾക്കാരെയും കൊണ്ട് ഇവനെ ഈ പാട്ടിറക്കിയ സമയത്ത് ഇവൻ പറഞ്ഞു, പാട്ട് വളരെ ഷോർട്ടാ, ഇതൊരു 4 വരിയും കൂടെ ഇതൊന്ന് എഴുതി കൂടുതൽ തരാൻ പറഞ്ഞു. അങ്ങനെ ദേവദാസനെ ഒരു 4 വരി കൂടുതൽ എഴുതാൻ വേണ്ടി ഞാൻ റൂമിൽ കയറി കഥ കടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഈ സംഭവം നടക്കുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പാ ദൈവാത്മാവ് എനിക്ക് തന്ന വരികൾ ഇതാ: എന്റെ ജീവകാലം ദൈവദാനമല്ലോ, നന്ദിയോടെ അനുഭവിപ്പാൻ കൃപ തരണേനാഥ. ഇങ്ങനെ പറഞ്ഞൊരു 4 വരിയെ ഞാൻ എഴുതി ചേർത്തത്. ഇത് പ്രവചനാത്മാവിൽ ദൈവനോട് സംസാരിച്ച, നീ മരിക്കാൻ പോകുന്നു, നിനക്ക് ഇനിയും കിട്ടാൻ പോകുന്ന ആയുസ് ദൈവത്തിന്റെ ദാനമാണ്, അത് നന്ദിയോടെ നീ അനുഭവിക്കണം എന്നുള്ളതെല്ലാം ദൈവാത്മാവിനോട് സംസാരിക്കുകയാണ്. ആ പാട്ട് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. ഞാൻ പറഞ്ഞതൊക്കെ 100% ശരിയായ കാര്യങ്ങളാണ്. അപ്പൊ ആ പാട്ടിനകത്തെ ആ 4 വരികളും മേളത്തെ 8 വരികളുമായിട്ട് ഒരു ബന്ധവും. ഇതാണ് അതിലെ ഒരു രസം. അപ്പം ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്റെ ചർച്ചിലെ പാസ്റ്റർ അളിയൻ മോനച്ചാൻ എന്ന് പറയും, വർഗീസ് പാസ്റ്റർ, അദ്ദേഹം ഒരു ദർശനം കണ്ടു. ചർച്ചിൽ ഒരു ഡെഡ് ബോഡി കൊണ്ട് വെച്ചിരിക്കുന്നു. അദ്ദേഹം ഞങ്ങളോട് പോലും പറയാതെ പ്രാർത്ഥന തുടങ്ങി. ഷാർജയിലുള്ള ബെതസ്ത എന്ന് പറഞ്ഞ ഒരു ചർച്ചിന്റെ പാസ്റ്റർ, സണ്ണി പാസ്റ്റർ, ഇന്ന് അമേരിക്കയിലുള്ള അദ്ദേഹം എന്റെ വൈഫിനോട് അതിന്റെ 1 മാസം മുമ്പ് എന്റെ വൈഫിനോട് ഒരു കോട്ടേജ് മീറ്റിംഗിൽ ആലോചന പറഞ്ഞു. നീ ഒരു ചിറ കൊടിഞ്ഞ പക്ഷിയെ പോലെ ആകാൻ പോകുന്നെന്ന് ആലോചന പറഞ്ഞു. പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഇങ്ങനെയെല്ലാം ഇതിന് മുമ്പ് പല സംഭവങ്ങളുണ്ട്. ഞാൻ ഈ മരിച്ചു പോകുന്നതിന് മുമ്പ്, മരണത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നതിനെക്കാട്ടും ഒരു അത്ഭുതമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ദൈവം നമ്മളോട് സംസാരിച്ചല്ലോ എന്ന് പറയുന്നത് അതിലും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ ദൈവം ഞങ്ങളെ ഇന്നുവരെയും അത്ഭുതമായി നടത്തി. ഞാൻ പറയുന്നത്, എന്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന്റെ മോളെ ഞാൻ കോയമ്പത്തൂർ വിട്ട സമയത്ത് അവള് തിരിച്ചു വന്നിട്ട് ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവക്ക് ഈ പൈസ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങള് കാനഡയിൽ ഒരു അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ചു. ബ്രിട്ടീഷ് കൊളംബിയയിൽ അവളെ പറഞ്ഞു വിടാനിടയായി. ആ ഫീസ്, ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കുമ്പം
കുറച്ച് പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്. നമുക്ക് കിട്ടിയ പൈസയെക്കാട്ടിലും കുറച്ച് പൈസയുടെ വേണം. എന്റെ മോക്ക് ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് അവർ ആ യൂണിവേഴ്സിറ്റിക്കാർ സ്കോളർഷിപ്പ് തന്നു. എക്സാക്ട് എമൗണ്ട് $8,000 സ്കോളർഷിപ്പ് തന്നു. അങ്ങനെ അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അവിടെ കോഴ്സ് കഴിഞ്ഞു. അവിടെ ഗ്രാജുവേഷൻ കോൺവെക്കേഷൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. കർത്താവൊക്കെ ഒരു ജോലി കൊടുത്തു. ദൈവം ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങളുടെ ജീവിതത്തില് എനിക്ക് ഉറപ്പുണ്ട് ഈ അത്ഭുതം കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഓരോ കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം എണ്ണിയാൽ തീരാത്ത നന്മകളാൽ ദൈവം എന്നെ നിറച്ചിട്ടുണ്ട്. പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ വിശ്വാസികൾ മാത്രമേ കേൾക്കത്തുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് പലരും എന്നെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കില് ദൈവവചനത്തിലൊരു വാക്യം ഇങ്ങനെ ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവരുടെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഈ വാക്യം തന്നെയാണ് ഇങ്ങനെയുള്ളവരോട് മറുപടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തത് വിവരിക്കേണ്ടത് ഭക്തന്മാരോട് മാത്രമാണ്. ഞാൻ അതാ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്റെ മുത്തുകളെ വെറുതെ പന്നികളുടെ ഇടയിൽ കർത്താവ് പറഞ്ഞ ഇട്ട് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സാക്ഷ്യം, ഈ ഒരു അനുഭവം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവരാണ് ഭക്തന്മാരായിട്ടുള്ള ആളുകളെ. അവരെ ദൈവം തീർച്ചയായിട്ടും ഇത് കേൾപ്പിക്കും. അവരത് കേട്ടതുകൊണ്ട് കാര്യമില്ല. അവരെ ദൈവം വിളിക്കുന്ന സന്ദർഭങ്ങളാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകുന്നു. അവരത് കേട്ടതുകൊണ്ട് അർത്ഥമില്ല. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചുരുക്കമാണ്. ആ തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഭാഗ്യമാണ് എന്റെയും ദേവദാസന്റെയും അല്ലെങ്കിൽ ഈ കേൾക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകി തന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഞാൻ എഴുതിയ പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മൾ 3 കാര്യങ്ങൾ നമ്മുടെ വാതിക്കൽ നിൽപ്പുണ്ട്. 3 കാര്യങ്ങൾ വാതിക്കൽ നിൽക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. മരണം നമ്മുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്, നമ്മുടെ വാതിക്കൽ നിൽപ്പുണ്ട്. ഏത് സമയം നമ്മുടെ മരണം സംഭവിക്കാം. കർത്താവിന്റെ വരവും ഏറ്റവും അടുത്ത് വാതിക്കലാണ്. ഈ 3 കാര്യങ്ങൾ വാതിക്കലുണ്ട്. അത് ദൈവമക്കൾ, എന്റെ കേൾവിക്കാരെല്ലാവരും കേൾക്കണം. പാപത്തെ നമ്മൾ ജയിച്ചെങ്കിൽ മാത്രമേ ഈ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടാൻ സാധിക്കത്തില്ല. ഇല്ല, നമ്മളിവിടെ വീണ് മരിക്കുകയാണെങ്കിൽ, നമ്മുടെ ആയുസ് ഇത്രയുമേ ഉള്ളൂ. ഭൂമിയിലെ നമ്മുടെ ശുശ്രൂഷ അവസാനിച്ചെങ്കിൽ നിത്യത നമുക്ക് ലഭ്യമാകണമോ? നമ്മൾ സൂക്ഷ്മമായി ജീവിക്കുക. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവിന്റെ കൽപ്പനകള് അനുസരിക്കുമെന്ന് ദൈവത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ജൂൺ 30 ജോലി റിസൈൻ ചെയ്തു. എനിക്ക് ഇന്റർണൽ ഓഡിറ്ററായിട്ട് മാന്യമായ ജോലിയായിരുന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എന്ത് വേലയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ദൈവം എന്നോട് പറഞ്ഞു, നീ അവൈലബിൾ ആയിട്ട് നിൽക്കുക, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദേവദാസനെ ആ 30/6 കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ആഴ്ചയിലും ദൈവം എനിക്ക് മീറ്റിംഗ് തരുന്നുണ്ട്, സാക്ഷ്യം പറയാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. ആ സമയത്ത് ഫുജറയിൽ ഒരു വലിയ മഴയും കൊടുങ്കാറ്റും ഉണ്ടായി. ആ സമയത്ത് വെള്ളപ്പൊക്കം ഈ ദേശത്തുണ്ടായി. എന്റെ ഒരു കൂട്ടുകാരൻ സുജിത്ത് എന്ന് പറയും, സുജിത്ത് വേറെ കുടുംബം കാറ് വെള്ളത്തിൽ ഒഴുകിപ്പോയി. അവിടെ സാക്ഷ്യം പല ചാനലിലും കേട്ടുണ്ട്. ആ വെള്ളത്തിൽ ഒഴുകിപ്പോയ സമയത്ത് അവസാന നിമിഷം അദ്ദേഹം കൊച്ചുമോൻ ബ്രദർ, ഷാർജയിലുള്ള കൊച്ചുമോൻ ബ്രദറിന്റെ ഗുഡ് ന്യൂസിൽ ഞങ്ങളുടെ പേര് വരെ നിറയായി. ഞാൻ പറഞ്ഞല്ലോ, ജൂൺ 30 ഞാൻ റിസൈൻ ചെയ്തപ്പോ ഞാൻ എന്ത് ചെയ്യണം കർത്താവിന് ചോദിച്ചപ്പോ ദൈവം ഒരു മഴയുണ്ടാക്കി ഈ ദേശത്ത് ഗുഡ് ന്യൂസിൽ എന്റെ പേര് വന്നു. അങ്ങനെ സുജിത് ബ്രദറിനോട് ഈ കൊച്ചുമോൻ ബ്രദറെ വിളിച്ചു ചോദിച്ചു, ഈ ലാലുക്കോളും ഷേവയൊക്കെ ആരാ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് കൊച്ചുവൻച, അവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതിക്കൂടെ ചോദിച്ചു. പക്ഷേങ്കില് ആ കൊച്ചുവൻ ബ്രദറാണ് ബർന്നബാസിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. പൗലോസ് ഒരു ശിഷ്യൻ എന്ന് മനസ്സിലാക്കാതെ എല്ലാവരും പുറകോട്ട് വിട്ട സമയത്ത് ബർന്നബാസ് ആണ് പോയി അദ്ദേഹത്തെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ ചില ബർന്നബാസന്മാരുടെ ശുശ്രൂഷകളാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചുവൻ ബ്രദർ ആയിരിക്കണം പ്രിയ ഡാനിയൽ പാസ് എന്നെ പരിചയപ്പെടുത്തി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവം അവർക്കൊക്കെ പ്രതിഫലത്തെ കൊടുക്കട്ടെ. ഞങ്ങളൊക്കെ ഈ ഒഴിഞ്ഞു പോകണം ഇങ്ങനെ അറിയപ്പെടാതെ ഇരിക്കേണ്ട ആൾക്കാരാ. പക്ഷെങ്കില് വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, കണ്ടിന്മേലത്ര. ഞാൻ പലപ്പോഴും വിചാരിക്കും ഇതൊക്കെ വലിയ പൊങ്ങച്ചൊക്കെ വല്ലയിടത്തുമൊക്കെ പറയണോ, അങ്ങനെ ഒതുങ്ങി നടക്കുക. പക്ഷെങ്കില് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ലെന്നാണ് ദൈവവചനം പറയുന്നത്. തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ അറിയണം. അത് അനേകരെ വിശ്വാസത്തെ കൊണ്ടുവരണം. അവരുടെ വിശ്വാസം ഉറയ്ക്കുവാനൊക്കെ ഇത് മുഖാന്തരമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരമ ചാനൽ ടിവിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡാനിയൽ ജോൺ പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. കഥാസിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ എല്ലാവരും ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ആദിവാസിനെ കേൾക്കുന്നത്. ചിലർ കുക്ക് ചെയ്യുമ്പോൾ കേൾക്കും, ചിലർ യാത്ര ചെയ്യുമ്പോൾ കേൾക്കും, ചിലർ ജോലി ചെയ്യുമ്പോൾ കേൾക്കും. അവരുടെ റിലാക്സ് ടൈമിൽ ഇതൊക്കെ കേൾക്കുന്നത്. പക്ഷെ ദേവദാസനൊക്കെ
ഒന്നൊന്നര 2 മണിക്കൂറൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു ചിലപ്പോൾ എൻ്റെ ഒരു കേസ് എനിക്ക് കാണത്തുള്ളൂ. പക്ഷെങ്കിൽ ഒരു ദിവസം തന്നെ എത്ര പേരെ ദേവദാസൻ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് പ്രതിഫലത്തെ തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവരോടും എൻ്റെ കേൾവിക്കാരോടും ഒക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പ്രിയ ലാലു പോളിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ ദൈവം സൗഖ്യവും അവസരവും ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങൾ അത് വലിപ്പച്ചെറുപ്പമുള്ളത് മനുഷ്യന് മാത്രമാണ്. ദൈവത്തിന് അതിൽ വലിപ്പച്ചെറുപ്പമില്ല. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും ഉന്നതമായതാണ്. മനുഷ്യൻ അതിനെ വലിപ്പച്ചെറുപ്പമായിട്ട് അത് മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റേതായ ശ്രേഷ്ഠതയിലും പദവിയിലും ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ഏറ്റവും ഉന്നതമായതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മറ്റാരെയും അതിന് നിയോഗിച്ചില്ല. സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യൻ്റെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കി. അതേ തുടർന്ന് പരിശുദ്ധാത്മാവാം ദൈവത്തെ ദാനമായി ഈ മൺകൂടാരങ്ങളിൽ വച്ചിരിക്കുന്നു. അത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരനുഭവമാണ്. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന അതിശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ഒന്നാണ് നിത്യതയിൽ നിത്യത മുഴുവനും ദൈവത്തോടുകൂടി വസിക്കുക എന്നുള്ളത്. അതിനായി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെയും ചിന്തയിൽ തോന്നത്ത പോലുമുള്ളതായ കാര്യങ്ങൾ. മനുഷ്യന് വേണ്ടി ഒരുക്കുന്നതൊക്കെ നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. മനുഷ്യന് വേണ്ടി ക്രമീകരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും താൽക്കാലികം മാത്രമാണ്, സ്വാഭാവികം മാത്രമാണ്. മനുഷ്യൻ്റെ അറിവിനും പരിമിതിക്കും അകത്തു നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത, ആരും കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഉത്തമവും ഏറ്റവും ശ്രേഷ്ഠവുമായ കാര്യങ്ങൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. അതിൻ്റെ ചില അനുഭവങ്ങൾ നമുക്ക് കർത്താവിൻ്റെ ദാസൻ ലാലു പോളിലൂടെ ഈ ആയുസ്സിൽ താൻ കടന്നുപോയ, അനുഭവിച്ച, അഭിമുഖീകരിച്ച, മനസ്സിലാക്കിയ ചില പോയിന്റുകൾ മാത്രം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഇനിയും കർത്താവ് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും ദൈവം തരട്ടെ. ഇനിയേറെ അനുഭവങ്ങൾ പറയുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു പരീക്ഷ പാസ്സായി ഒരു പോസ്റ്റിലേക്ക്, ഒരു പൊസിഷനിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന പരീക്ഷ പാസ്സായിട്ട് ആ പോസ്റ്റിന് യോഗ്യനായി എന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പരീക്ഷ കഴിഞ്ഞു, രണ്ടാമത്തെ പരീക്ഷയും കഴിഞ്ഞു, മൂന്നാമത്തെ പരീക്ഷയും കഴിഞ്ഞു. അപ്പോൾ നാം ഒരു പോസ്റ്റിലേക്ക് വരാൻ വേണ്ടുന്ന എലിജിബിലിറ്റിയേക്കാൾ കൂടുതൽ പരീക്ഷകൾ പാസ്സായി ആ പൊസിഷനിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഏറ്റവും വലിയ ചില പദ്ധതികൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ചെയ്യണമെങ്കിൽ നാം ആ നിലകളിലൂടെ കടന്നു പോയേ മതിയാവുകയുള്ളൂ. സ്തോത്രം. മാനുഷികമായി ചിലപ്പോൾ മാനുഷിക ബുദ്ധി വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ക്ലേശകരമായ അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കുന്നതായ ആ അനുഭവങ്ങൾ അത് ശ്രേഷ്ഠമാണ്. ദേവദാസൻ്റെ ചില പോസ്റ്റിങ്ങിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ പറയുകയുണ്ടായല്ലോ. വേണമെങ്കിൽ ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ ആ പോസ്റ്റ് ലഭ്യമാകാമായിരുന്നു. പക്ഷെ അങ്ങനെയായിരുന്നു എങ്കിൽ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് തത്തുല്യമായ ആ ഒരു പദവി മാത്രമായിരിക്കും, ആ ഒരു അംഗീകാരം മാത്രമായിരിക്കും ആ പോസ്റ്റിന് ലഭിക്കുക. എന്നാൽ അവിടെ 3 പരീക്ഷകൾ പാസ്സായി ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് ലഭിച്ചപ്പോൾ അവിടെ ഇരുന്ന വ്യക്തിയേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു പൊസിഷനിലേക്ക് അവിടെ വരുവാൻ ദൈവം നിയോഗിക്കുവാൻ ഇടയായി തീർന്നു എന്ന് അറിഞ്ഞതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ പിൻപറ്റുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന
കഷ്ടതകളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത, സമാനതകളില്ലാത്ത, സങ്കീർണതകളായ ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. സ്തോത്രം. ആ അനുഭവങ്ങളിലൊക്കെ നാം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത, കിട്ടാത്ത, കാണാത്ത, കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠകരമായ, ഉന്നതമായ ആത്മീയ തലത്തിലേക്ക് നമ്മളെ ദൈവം ആദരിക്കുവാൻ, ആനയിക്കുവാൻ, കൊണ്ടുവരുവാൻ ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. കർത്താവിന് നന്ദി പറയുന്നു. മറ്റാർക്കുമില്ലാത്ത, സമാനതകളില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ കയറ്റിയിറക്കി വിടുമ്പോൾ നമ്മൾ പരിതപിക്കേണ്ട. സ്വന്തം സഹോദരന്മാർ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റിയിട്ട് പൊട്ടക്കിണറ്റിൽ എടുത്തിട്ട ആ ജോസഫ് ഒരു പക്ഷെങ്കിൽ ആ ഒരു നിമിഷത്തേക്ക് എൻ്റെ സഹോദരങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ മൂത്ത അച്ചാച്ചൻ, എൻ്റെ വീട്ടുകാർ, അല്ലെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവിടവും കഴിഞ്ഞില്ല. പിന്നത്തേതിൽ മിസ്രൈമി അടിമക്കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുന്നു, പൊത്തിഫറിന്റെ ഭവനത്തിൽ പോകുന്നു, അവിടുന്നും തള്ളപ്പെടുന്നു, കാരാഗ്രഹത്തിൽ പോകുന്നു. പക്ഷെ ഒറ്റപ്പെടലുകളും തിരസ്കരണവും ഒക്കെ ഒത്തിരി അനുഭവിച്ചെങ്കിലും പിന്നത്തേതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആ പദവിയിലേക്ക് വരുവാൻ വേണ്ടി ചില കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. കർത്താവിൻ്റെ ദാസനെ 2015-ലും 2021-ലും മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിലും സ്തോത്രം, മറ്റാർക്കും പറയാൻ ഇല്ലാത്ത അനുഭവങ്ങൾ തന്ന്, സാക്ഷ്യം തന്ന്, ദൈവത്തിന് ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് കടത്തിവിട്ടതായ ചില പരീക്ഷകൾ അല്ലെങ്കിൽ പരിശോധനകൾ, പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു അത് എന്ന് മനസ്സിലാക്കി. ദൈവസന്നിധിയിൽ സന്തോഷിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ഏറെ കൃപകൾ തന്ന് കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് ഓടുവാൻ കൈകാലുകളെ ദൈവം ബലപ്പെടുത്തട്ടെ. ആരോഗ്യവും ബലവും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഒരു വ്യത്യസ്തമായ വേറിട്ടതായ ഒരു സാക്ഷ്യമായിട്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണും. തീർച്ചയായിട്ടും നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതവും ഒരു പക്ഷെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായോ സമാനതകളുള്ളതോ ആയ അനുഭവങ്ങൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരിക്കാം. എന്നാൽ കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ, പിന്തിരിഞ്ഞു പോകാതെ, വിളിച്ച ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ കേട്ട വചനങ്ങൾ കേട്ട് പണിത ആ പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിത ബുദ്ധിമാനായ മനുഷ്യനെ പോലെ ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്കും പൂർത്തീകരിപ്പാൻ ആ പ്രത്യാശയുടെ പൊൻപുലരി നിങ്ങൾക്കായി തുറക്കപ്പെടുവാൻ ഇടയായിത്തീരും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആയിരിക്കുന്നിടത്ത് കർത്താവെ, ഞാനിതാ എന്നെ സമർപ്പിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ജോലി, എൻ്റെ കടം, എൻ്റെ രോഗം, എൻ്റെ ദുഃഖം, എൻ്റെ വിഷയങ്ങൾ എല്ലാം 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 കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ സ്വകാര്യതയുള്ള സ്ഥലത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി ഇരുന്ന് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെങ്കിൽ സമാധാനമില്ലാതെ ആയിരിക്കാം, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു വ്യക്തിയായിരിക്കാം, അല്ല ആത്മഹത്യ മാത്രമേ ഇനി വഴിയുള്ളൂ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന, നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയുന്ന ആ കർത്താവിന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരു അവസരം ഒരുക്കി കൊടുക്കുമോ? കർത്താവെ, ഞാനിതായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ യേശുവിൻ്റെ മുൻപാകെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി, നിങ്ങളുടെ കരങ്ങളെ മലർത്തി, കർത്താവെ, ഞാനിതായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ തൊടട്ടെ. കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തൊടട്ടെ. കർത്താവ് നിങ്ങളുടെ ശിരസിന്മേൽ കരം വയ്ക്കട്ടെ. കർത്താവിൻ്റെ ആണിപ്പിലുള്ള കരം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. കർത്താവിൻ്റെ ആണിപ്പിലുള്ള കരം നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ആത്മാവിനെ, പ്രാണനെ തൊടുന്ന നിമിഷങ്ങളായി തീരുമാറാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരോമാ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ലാലു പോൾ ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സൗഖ്യ നല്ല കർത്താവെ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, അല്പസമയം കർത്താവേടിന്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാൻ കർത്താവ് ഈ അരോമ ചാനല് ഈ ഒരുക്കി തന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഇതിന്റെ പ്രേക്ഷകരെ എല്ലാം
ദൈവം അനുഗ്രഹിക്കണമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലെ ദൈവം മറുപടി അയക്കണമേ. കർത്താവിന്റെ നാമത്തിൽ അവർ ചോദിക്കുന്നതൊക്കെ ദൈവം അവർക്ക് നൽകി കൊടുക്കണമേ. അനേക പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, പ്രതിസന്ധികളൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വിശ്വാസത്തിൽ പിന്മാറിപ്പോകാതെ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ. കർത്താവേ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അവരെ ആരെയും പുറകോട്ട് കൊണ്ടുപോകാൻ കർത്താവ് കൃപ ഇടയാക്കരുതേ അപ്പച്ച. അങ്ങ് അവരെ ബലപ്പെടുത്തണമേ കർത്താവേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നല്ലോ. പ്രകാരം തന്നെ അവർക്ക് വേണ്ടി ചെയ്യണമേ. എല്ലാവരും നിത്യതയുടെ അവകാശികളായി തീരണം. അനേകർ കർത്താവിന്റെ രാജ്യത്തിൽ കാണപ്പെടണം. അനേകർ കർത്താവ് ജീവന്റെ പുസ്തകത്തില് പങ്കാളികളായി തീരുവന്നല്ലോ. ഈ പ്രവർത്തനങ്ങൾ മുഖേന കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ഇളവന്റെ സാക്ഷ്യം അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരണം. എന്റെ കർത്താവിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, പാസ്റ്റർ ഡാനിയേൽ ജോൺ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദാസന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. നമ്മുടെ ദാസന്റെ വേലയെ പാലിക്കണം, ആദരിക്കണം. സ്വർഗത്തിൽ അനേകരെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഭാവിയില് അവസരത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും രോഗികളായി ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ കർത്താവരെ സൗഖ്യമാക്കണം. ആരെങ്കിലും കടഭാരത്തിലായിരിക്കുന്നെങ്കിൽ അവരുടെ കടഭാരങ്ങൾ മാറ്റണം. നിന്ദകളുടെ പരിഹാസങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അവിടെ എല്ലാ അവസ്ഥകളും മാറി ഉത്സവത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച് അവരെ ജയോത്സവമായ ദൈവം നടത്തണമേ കർത്താവേ. ഭരണകാലങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഇവിടെ വരുന്നാട്ട് പിന്നെയും ഞങ്ങളെ ഒരുക്കണം. അപ്പച്ചൻ പ്രാർത്ഥന കേട്ടകവയ്ക്കായി നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുക. കൃപയോട് കേട്ട് ഉത്തരം അരുളണം പൊന്നപിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ ലാലു പോൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.